നമ്മുടെ വത്തിക്കാൻ കൗൺസിൽ പ്രമാണ രേഖകളുടെ പഠന പരമ്പരയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവവചനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വചനമെന്നോ ദൈവത്തിൻ്റെ സ്വയാവിഷ്കാരമെന്നോ ഒക്കെ വിളിക്കാവുന്ന ദൈവവചനത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഗൗരവമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ. അത് മറ്റൊന്നുമല്ല, വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനം എന്ന് പറയുന്ന കാര്യം തന്നെയാണ്. അനേകം ആളുകൾക്ക് സംശയമുള്ള, ഒത്തിരി ആളുകൾ ഇങ്ങനെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കേണ്ടത്? ഏത് വിധത്തിലാണ് വചനത്തെ മനസ്സിലാക്കേണ്ടത്? നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പല ആളുകളും അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ വചനത്തെ വ്യാഖ്യാനിക്കുന്നത് കാണും, അല്ലെ? നമ്മൾ നോക്കിയാൽ ഇപ്പൊ ചില ആളുകൾ ബൈബിൾ ഇങ്ങനെ തുറക്കുന്നു, എന്നിട്ട് അതിൽ നിന്നൊരു ഭാഗം വായിക്കുന്നു, എന്നിട്ട് അതിനെ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ വ്യാഖ്യാനിക്കുന്നത് നമ്മൾ കാണും. ചില ആളുകൾ ഇപ്പം വളരെ പൊതുവായി കാണാറുള്ള ചില കാര്യങ്ങളുണ്ട്. ചില ആളുകൾ ഈശോയെ ഒരു സാമൂഹിക പരിഷ്കർത്താവായി അവതരിപ്പിക്കാറുണ്ട്. അതിനുവേണ്ടി ഈശോ ചെയ്തിട്ടുള്ള സാമൂഹികമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് സമൂഹം മാറ്റി നിർത്തിയിരുന്ന ആളുകളുടെ അടുത്തേക്ക് ചെല്ലുന്ന ഈശോ സ്ത്രീകളോട് കൂടുതൽ സംസാരിക്കുകയും അവരെ ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്യുന്ന ഈശോയെക്കുറിച്ച്, അതുപോലെ കുഷ്ഠരോഗികളോടുണ്ടായിരുന്ന സമൂഹത്തിന്റെ മനോഭാവത്തെ മാറ്റിമറിക്കുന്ന വിധത്തിൽ അവർ ചെന്ന് കാണുകയും അവരെ സ്പർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈശോയെക്കുറിച്ച് ഒക്കെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുന്നത് നമ്മൾ കാണും. അവിടെ ശരിക്കും ചെയ്യുന്നത് എന്താണ്? അവരവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സാമൂഹിക പരിഷ്കർത്താവായ ഈശോയുടെ മുഖം, അത് ബൈബിൾ കണ്ടെത്തുകയാണ്. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനത്തിന്റെ രണ്ട് സ്വഭാവങ്ങളിൽ ഒന്നാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ എക്സജേസിസ് ആൻഡ് ഐസജേസിസ് എന്ന് പറയും. എക്സജേസിസും ഐസജേസിസും. ഐസജേസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. ഐസജേസിസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആശയത്തെ ബൈബിളിലേക്ക് ഞാൻ കടത്തിവിടും, വിശുദ്ധ ഗ്രന്ഥത്തിനകത്തേക്ക് അപ്ലൈ ചെയ്യുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്കൊരു നിലപാടുണ്ട്, അപ്പൊ അതിനുവേണ്ടി ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തെ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, ചില മദ്യപിക്കുന്ന ആളുകൾ, അത് ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചിലപ്പോൾ കണ്ടോ, ഈശോ അന്ന് വെള്ളം വീഞ്ഞാക്കിയില്ല, അപ്പോൾ ഈശോയ്ക്ക് തന്നെ അത് വീഞ്ഞാക്കി കൊടുക്കാമെങ്കിൽ കുടിച്ചവരൊക്കെ അത് മത്തു പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് നമുക്കും കുടിക്കുന്നത് അത് കുഴപ്പമൊന്നുമില്ലല്ലോ. തിമോത്തിയോസിനോട് അല്പം വീഞ്ഞ് നിന്റെ ഉദരത്തെ സുഖമാക്കുന്നതുകൊണ്ട് കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ആൾക്ക് പറയേണ്ട ഇയാളുടെ ഉള്ളിലുള്ള ആശയത്തെ സാധൂകരിക്കാൻ വേണ്ടി ബൈബിളിലെ ഭാഗങ്ങൾ പെറുക്കിയെടുക്കുകയും അതിനകത്തേക്ക് തന്റെ ആശയത്തെ കുത്തിത്തിരികുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ ഐസജേസിസ് എന്ന് പറയുന്നത്. നമ്മൾ സസൂക്ഷ്മം വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനങ്ങൾ പലതും ശ്രദ്ധിച്ചാൽ ഈ ഒരു കാര്യം കാണാൻ പറ്റും. അവരുടെ ആശയത്തെ തിരികെ കയറ്റാൻ വേണ്ടി ബൈബിളിനെ ഉപയോഗിക്കും. പ്രൊട്ടസ്റ്റന്റുകാര് അവരുടെ ആശയത്തെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട്, സാധൂകരിക്കാൻ വേണ്ടി അവര് വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തെ ഉപയോഗിക്കും. എന്നിട്ട് കണ്ടോ, ഇതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഉദാഹരണത്തിന്, സഭയെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ സഭയ്ക്കെതിരെ നിൽക്കുന്ന ആളുകൾ അവരുടെ പ്രബോധനങ്ങളാണെന്ന് വിചാരിച്ചു. അപ്പൊ അവര് കർത്താവ് പാരമ്പര്യത്തെ തള്ളി പറഞ്ഞു, നിങ്ങളുടെ പാരമ്പര്യം നിങ്ങൾക്ക് തന്നെ നാശമായി തീരുന്നു എന്നൊക്കെ ബൈബിൾ തന്നെ പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഓരോരുത്തരും അവരവർക്ക് ആവശ്യമുള്ള വിധത്തിൽ ബൈബിളിനെ വ്യാഖ്യാനിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനാണ് ഐസജേസിസ് എന്ന് പറയുന്നത്. എക്സജേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥ ബൈബിൾ വ്യാഖ്യാനം ആണത്. അതെന്താണത്? അത് വിശുദ്ധ ഗ്രന്ഥം എന്താണ് പഠിപ്പിക്കുന്നത്, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ചൈതന്യം എന്താണത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് കണ്ടെത്തലാണ്. ഒന്ന് ബൈബിളിൽ നിന്ന് കണ്ടെത്തലാണെങ്കിൽ, ശരിയല്ലാത്ത രണ്ടാമത്തെ രൂപം തനിക്ക് ആവശ്യമുള്ളതിനെ ബൈബിളിലേക്ക് ആരോപിക്കലാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ സാധാരണ നമ്മൾ ഇങ്ങനെ അനുദിനം കേൾക്കുന്ന ബൈബിൾ വ്യാഖ്യാനങ്ങൾക്കകത്തുള്ള സാധാരണ സുവിശേഷ വ്യാഖ്യാനങ്ങളുടെയൊക്കെ അകത്തുണ്ടാകാവുന്ന രണ്ട് വഴിതെറ്റലുകൾ അല്ലെങ്കിൽ രണ്ട് വശങ്ങളെ കുറിച്ചാണ് ആദ്യം പറയേണ്ടത്. ഇനി രണ്ടാമത് നമ്മൾ തുടർന്ന് സംസാരിക്കാൻ പോകുന്നത് വിശുദ്ധ ഗ്രന്ഥം എങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടേണ്ടതെന്നാണ്. അത് ദൈവറിവിന്റെ 12ാമത്തെ പാരഗ്രാഫാണ് നമ്മൾ ഇന്ന് പഠന വിഷയമാക്കുന്നത്. ദൈവറിവിന്റെ 12ാമത്തെ പാരഗ്രാഫ്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിരുന്ന പോലെ ആ കൃത്യമായ ക്രമത്തിലല്ല നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പകരം ചില ക്രമീകരണങ്ങളൊക്കെ വരുത്തിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് 12ാമത്തെ പാരഗ്രാഫാണ്. 12ാമത്തെ പാരഗ്രാഫ് മാത്രമല്ല, 11 മുതലുള്ള ആ ഒരു 3-ാം അധ്യായം പൊതുവിൽ സംസാരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനത്തെ കുറിച്ചാണ്. അതിന്റെ ആദ്യ ഭാഗം നമ്മൾ മുമ്പൊരിക്കൽ കണ്ടിരുന്നു. അത് ദൈവനിവേശിത്വത്തെ കുറിച്ചാണ്, നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നതിന്റെ 12ാം പാരഗ്രാഫാണ്. അത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വിശുദ്ധ ലിഖിതങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടണം എന്നതിനെ കുറിച്ചാണ്. വിശുദ്ധ ലിഖിതങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടണം.
നമ്മൾ മുൻപ് ചില ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു, വിശുദ്ധ ഗ്രന്ഥം അത് തെറ്റുതിരുത്തലിനുള്ളതാണ്, ശാസനയ്ക്ക് ഉപകരിക്കുന്നതാണ്, പ്രബോധനത്തിനുള്ളതാണ്. അങ്ങനെ സഭ തന്നെ പ്രബോധനത്തിന് ഉപയോഗിച്ചിരുന്ന, അപ്പസ്തോലന്മാർ ഉപയോഗിച്ചിരുന്നതിനെ കുറിച്ചൊക്കെ സുദീർഘമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതിനെ വളരെ കോൺക്രീറ്റ് ആയിട്ട് വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില മേഖലകൾ എണ്ണി എണ്ണി പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഇത് വചനം വായിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്ന ഏതൊരാളും പരമപ്രധാനമായി ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. അതിന് ഞാൻ CCCയുടെ എക്സ്പ്ലനേഷൻസ് ഉപയോഗിക്കും, ദൈവറുവിന്റെ 12ാമത്തെ പാരഗ്രാഫും ഉപയോഗിക്കും. 12ാമത്തെ പാരഗ്രാഫ് അത് ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: ദൈവം തിരുലിഖിതങ്ങളിൽ മനുഷ്യരുടെ രീതിയിൽ സംസാരിച്ചിരിക്കുന്നത് കൊണ്ട്, ഇൻ ഹ്യൂമൻ ലാംഗ്വേജ്, മനുഷ്യന്റെ രീതിയിലാണ് ദൈവം സംസാരിച്ചിരിക്കുന്നത്. അതായത് അത് നമുക്ക് സ്വാഭാവികമായിട്ട് പറയാമല്ലോ, ദൈവം സംസാരിക്കുന്നത്, ഇത് വിശുദ്ധ അഗസ്തീനോസിന്റെ വാക്കുകളാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് അപരിചിതമായ ദൈവത്തിൻ്റെത് മാത്രമായിരിക്കുന്ന ഭാഷയിലല്ല. പകരം ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഈ ഭൂമിയുടെ ഭാഷയിലാണ്. അതായത് മിശിഹ മനുഷ്യാവതാരം ചെയ്ത് ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്ന് ഇവിടെ സംസാരിച്ച ഭാഷ, ഈ മനുഷ്യരുടെ ഭാഷ, അത് കേട്ടവരുടെ ഭാഷ, അത് സംസാരിക്കുന്നവരുടെ ഭാഷ, അതുപയോഗിച്ചാണ് ദൈവം സംസാരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം പ്രധാനമായും 2 മനുഷ്യ ഭാഷകളിലാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, പ്രധാനമായും 2 ഭാഷകളിൽ. അതേതൊക്കെയാണത്? ഒന്ന് ഗ്രീക്ക് ഭാഷയാണ്, 2 ഹെബ്രായ ഭാഷയാണ്. കുറച്ചുകൂടെ വ്യക്തമായി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് പഴയ നിയമം, അത് പ്രധാനമായും അതിന്റെ ഭൂരിഭാഗം അത് ഹെബ്രായ ഭാഷ, ഹിബ്രു ഭാഷയിലാണ്. രണ്ടാമത്തേത് അത് ഗ്രീക്ക് ഭാഷയിലാണ്. സുവിശേഷങ്ങളും പുതിയ നിയമം ഏതാണ്ട് മുഴുവനും എന്ന് വേണേൽ പറയാം, അത് മുഴുവനും ഗ്രീക്ക് ഭാഷയിലാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം മനുഷ്യന്റെ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് ദൈവം നമ്മെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഗ്രഹിക്കാൻ വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾ യഥാർത്ഥത്തിൽ പ്രചോദിപ്പിക്കാൻ അഥവാ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത് എന്താണെന്നും അവരുടെ വാക്കുകൾ വഴി ദൈവം എന്ത് വെളിപ്പെടുത്താനാണ് ഇച്ഛിച്ചതെന്നും വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാതാക്കൾ സശ്രദ്ധം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതാണ് അതിന്റെ ആദ്യ പാരഗ്രാഫ്. അതായത് ദൈവം മനുഷ്യന്റെ ഭാഷയിൽ സംസാരിച്ചതുകൊണ്ട്, ദൈവം നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചതുകൊണ്ട്, ദൈവം മനുഷ്യൻ ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിച്ചതുകൊണ്ട് ഒരു ട്രാൻസ്ലേഷൻ നടന്നിട്ടുണ്ട്, അല്ലെ? അതായത് ദൈവത്തിന്റെ ഭാഷയെ മനുഷ്യ ഭാഷയോട് കൺവേർട്ട് ചെയ്തിട്ട് പരിഭാഷപ്പെടുത്തിയിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. പരിഭാഷകൾക്ക് എപ്പോഴും ഒത്തിരി പരിമിതികളുണ്ടാവും. അപ്പൊ ആ പരിഭാഷ, അതായത് ദൈവത്തിന്റെ ഭാഷയിൽ നിന്ന് മനുഷ്യന്റെ ഭാഷയിലേക്ക് ഇറങ്ങി വന്ന് ദൈവം വെളിപ്പെടുത്തുകയും ആ ഭാഷയിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിനൊത്തിരി പരിമിതികൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് വ്യാഖ്യാനം ആവശ്യമുള്ളതായിട്ട് വരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് വിരൽ ചൂണ്ടാൻ പോകുന്നത്. അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു മലയാളത്തിലെ ഒരു സാധാരണ ഉദാഹരണം എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇപ്പൊ പിള്ളേർ പറഞ്ഞ ഒരു ഡയലോഗ് ഇംഗ്ലീഷിലോ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇന്നത്തെ ക്ലാസ് ഭയങ്കര അടിപൊളിയായിരുന്നു എന്ന് പിള്ളേർ പറയാന്ന് വിചാരിച്ചു. ഇത് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത്? ഈ അടിപൊളിയായിരുന്നു എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും? അല്ലെ, വലിയ പരിധി വരുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. അത് അത്ര സാധ്യമല്ല. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പല സൈഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ എന്നോട് എന്നൊക്കെ ചോദിക്കുകയല്ലേ, ഇങ്ങനെ ഒരു വാചകത്തെ പോലും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹൗ ആർ യു എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് മലയാളത്തെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ്? ഇപ്പൊ ഉദാഹരണത്തിന് ഹൗ ആർ യു, നീ എങ്ങനെയാണ് എന്നാണ്. ഹൗ ആർ യു എന്ന് ഒരാൾ ഇംഗ്ലീഷിൽ പറയുന്നു, ഒരു മലയാളിയോട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം ഹൗ എങ്ങനെ, ആർ യു നീ എങ്ങനെയാണ്, നീ എങ്ങനെ ആയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിനെന്താണ് ഒരു സൗരഭ്യമുള്ളത്. അപ്പോ പരിഭാഷകൾ എപ്പോഴും ഒത്തിരി അർത്ഥത്തെ ചോർത്തുന്നതോ ഒക്കെയാണ്. ചോർത്തുന്നതാവാം, ചിലപ്പോൾ അത് നേരിട്ട് മനസ്സിലാകാൻ പറ്റാത്തതാവാം. ഇനി ഇവിടെ നടക്കുന്ന വെറുതെ ഒരു പരിഭാഷയല്ല, ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുകയല്ല. ദൈവത്തിന്റെ ആശയത്തെ അഥവാ ദൈവം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തെ, ദൈവത്തിന്റെ ആത്മാവിലുള്ള, ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ഒരു കാര്യത്തെയാണ് മനുഷ്യന്റെ പരിമിതമായ ഭാഷകളിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായും അതിന് ഒത്തിരി പരിമിതികളുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ എന്ത് വേണ്ടിവരും? ദൈവം സംസാരിച്ചത് എന്താണ് എന്ന്, ഉദ്ദേശിച്ചത് എന്താണെന്ന് വിശദീകരിക്കേണ്ടി വരും, അഥവാ വ്യാഖ്യാനിക്കേണ്ടി വരും. വ്യാഖ്യാനം കൂടാതെ വിശുദ്ധ ഗ്രന്ഥം ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. വ്യാഖ്യാനിക്കപ്പെടാതെ ഒരിക്കലും വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കാൻ പറ്റില്ല. പ്രൊട്ടസ്റ്റന്റുകാർ ചെയ്യുന്ന കാര്യം ഓർക്കുക, അവർ സഭയെ തള്ളി പറയും, പക്ഷെ അവരെന്ത് ചെയ്യും? അവർ ബൈബിൾ എടുത്ത് വായിച്ച് വ്യാഖ്യാനിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരതിനെ പഠിപ്പിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി എന്താ സംഭവിക്കുന്നതെന്ന്. വിശുദ്ധ ഗ്രന്ഥത്തെ അവർ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ബൈബിളിനെ എടുത്തിട്ട് അല്ലെങ്കിൽ സുവിശേഷത്തെ എടുത്തിട്ട് അവർ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്. സോളാ സ്ക്രിപ്റ്റുര എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് ഐഡിയോളജി, അത് സ്ക്രിപ്ചർ മാത്രം മതി, സോള എന്ന് പറഞ്ഞാൽ ഒള്ളി,
വചനം മാത്രം മതി, ബൈബിൾ മാത്രം മതി എന്നാണ് സോളാ സ്ക്രിപ്ചർ എന്ന് പറഞ്ഞാൽ. ബൈബിൾ എഴുതപ്പെട്ട വചനമാകുന്ന ബൈബിൾ മാത്രം മതി, അത് മാത്രം ഉണ്ടെങ്കിൽ ആർക്കും ജീവിക്കാമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവർ ചെയ്യുന്നത് എന്താണ്? ഇത് വായിക്കുക മാത്രമല്ല, അത് വ്യാഖ്യാനിക്കുകയും ചെയ്യും. അപ്പൊ സ്വാഭാവികമായി ഇതിന്റെ അർത്ഥം എന്താണ്? അത് വായിച്ചാൽ മാത്രം പോരാ, അത് വ്യാഖ്യാനിക്കുക കൂടി ചെയ്താലേ അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഇത് വളരെ വ്യക്തമായി സംസാരിക്കുന്ന ഒരു ഭാഗം അപ്പസ്തോല പ്രവർത്തനത്തിലാണ്, 12-ാം അധ്യായമായിരിക്കും. അതിനകത്ത് ഇങ്ങനെയാണ്: ഫിലിപ്പോസ്, ഒരു യൂനക്, ഷണ്ടൻ, എത്യോപ്യക്കാരൻ ഷണ്ടൻ, അവന്റെ രഥത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. അവിടെ ഇവൻ ഏശയ്യായുടെ പുസ്തകം ചുരുൾ നിർത്തി വായിച്ചുകൊണ്ടിരിക്കുകയാണ് രഥത്തിനകത്ത്. അപ്പൊ ഫിലിപ്പോസ് ഓടിച്ചെന്നിട്ട്, ഡീക്കനാണ് ഫിലിപ്പോസ് ഓടിച്ചെന്നിട്ട് ഈ യൂനിക്കിനോട് ചോദിച്ചു, നീ വായിക്കുന്ന നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉടനെ അവൻ എടുത്തു പറയുന്ന കാര്യം ഇതാണ്, പറയാണ്, ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എനിക്ക് വായിക്കാൻ പറ്റും, ബട്ട് ഹൗ ക്യാൻ ഐ അണ്ടർസ്റ്റാൻഡ്? എനിക്ക് ഇന്റർപ്രിട്ടേഷൻ ഇല്ലാതെ, വ്യാഖ്യാനിച്ചു തരാതെ എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? വചനം മനസ്സിലാക്കണമെങ്കിൽ വ്യാഖ്യാനിക്കണം. അപ്പോഴാണ് ഒരു ചോദ്യം വരുന്നത്, ബൈബിൾ മാത്രം മതിയെങ്കിൽ എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും? സോളാ സ്ക്രിപ്തുര എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് ആശയം അതിനാൽ തന്നെ കടപുഴകുന്നത് ഈ ഒരു ചോദ്യത്തിന് മുൻപിലാണ്. സോളാ സ്ക്രിപ്തുര എന്ന് പറഞ്ഞാൽ നിനക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ബൈബിൾ കൊണ്ട് മാത്രം. അത് വ്യാഖ്യാനിക്കപ്പെടണമെന്ന് നീ പോലും വിചാരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പോലും വ്യാഖ്യാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വ്യാഖ്യാതാവ് ഈ വചനത്തിന്റെ ഭാഗമാവുകയാണ്. വ്യാഖ്യാതാവ്, ഞാൻ കുറച്ച് ടെക്നിക്കൽ കാര്യം പറയുന്നത്, ഈ വ്യാഖ്യാതാവ് വചനത്തിന്റെ ഭാഗമാവുകയാണ് എന്ന് പറഞ്ഞാൽ, ബൈബിൾ അവതരിപ്പിക്കുന്ന ആ ഒരു വിഷയത്തെ ഞാൻ വ്യാഖ്യാനിക്കുമ്പോൾ ഞാനും കൂടി ആ വചനം, അവതരിപ്പിക്കപ്പെടുന്ന വചനത്തിന്റെ ഭാഗമാവുകയാണ്. എന്റെ ആശയങ്ങളോട് കൂടി അതിനകത്ത് ചേരുക, അഥവാ ഞാൻ അതിനെ ഏത് വിധത്തിൽ ഗ്രഹിക്കണമെന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ ഇതിനോട് കൂടിക്കലരുകയാണ്. അങ്ങനെയാണെങ്കിൽ ആദിമ സഭ മുതൽ അതിനെ വ്യാഖ്യാനിച്ചിരുന്ന സഭയെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ ഈ വ്യാഖ്യാനം നൽകാൻ പറ്റും? ഒരു പ്രൊട്ടസ്റ്റന്റിന്റെ പാസ്റ്റർ സ്വന്തം നിലയ്ക്ക് വ്യാഖ്യാനിക്കുന്നത് ശരിയാണെന്ന് അദ്ദേഹം വാദിക്കുമ്പോൾ, തിരുസഭ എന്ന ക്രിസ്തു ഗാത്രം ആദ്യം മുതൽ ഈശോയുടെ മിശിഹായുടെ കാലം മുതൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വചനം രേഖപ്പെടുത്താൻ സഹായിച്ച അതേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അത് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ വ്യാഖ്യാന സംവിധാനത്തെ, മജിസ്തീരിയത്തെ, നമ്മൾ പിന്നീട് ഈ വിഷയത്തെക്കുറിച്ച് പറയാനിരിക്കുന്നു, മജിസ്തീരിയം അത് അപ്രസക്തമാണ്, സഭയൊന്നും ആവശ്യമില്ല, ബൈബിൾ മാത്രമേ, അതിങ്ങോട്ട് കിട്ടിയാൽ ഞങ്ങൾക്ക് എല്ലാം പഠിപ്പിക്കാൻ പറ്റും എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും എന്നാണ് എന്റെ ചോദ്യം. നമ്മുടെ വിഷയം ഇത് വ്യാഖ്യാനിക്കുന്നതിനെ കുറിച്ചാണ്. ഏതായാലും ഒന്നാമത്തെ പാരഗ്രാഫ് സംസാരിക്കുന്നത് അത് വ്യാഖ്യാനിക്കപ്പെടണം എന്നാണ്. ഇനി ഇതെങ്ങനെ വ്യാഖ്യാനിക്കണം എന്നതാണ് തുടർന്ന് പറയുന്നത്. അതിനെ കുറച്ചുകൂടെ ക്ലാരിറ്റി കൊടുത്തിട്ട് CCCയുടെ 110-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് നമുക്ക് ആദ്യം കേൾക്കാം. 110-ാമത്തെ പാരഗ്രാഫിൽ നമ്മളിങ്ങനെ വായിക്കും: വിശുദ്ധ ഗ്രന്ഥകാരന്മാർ ഉദ്ദേശിച്ച അർത്ഥം ഗ്രഹിക്കുന്നതിന്, ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. വിശുദ്ധ ഗ്രന്ഥകാരന്മാർ എന്താണ് ഉദ്ദേശിച്ചത്, അവരുദ്ദേശിച്ച അർത്ഥം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകണം. അല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു അർത്ഥം അതിൽ നിർത്താൻ പോരാ. പലപ്പോഴും അങ്ങനെ ആളുകൾ ചെയ്യും. ബൈബിൾ വായിക്കുന്നു, എന്നിട്ട് എനിക്ക് മനസ്സിലായത് ഇതാണ് എന്ന് പറയും. നിനക്ക് മനസ്സിലായതല്ല പ്രശ്നം, വിശുദ്ധ ഗ്രന്ഥകാരൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറയാനാണല്ലോ പ്രശ്നം. പലപ്പോഴും ചില പ്രാർത്ഥനാ കൂട്ടായ്മകൾക്കകത്ത് ഈ ഒരു എറർ വരുന്നത് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പം ചിലപ്പോഴൊക്കെ ചില പ്രാർത്ഥനാ കൂട്ടായ്മയിലൊക്കെ നമ്മളിങ്ങനെ കണ്ടെത്തും, അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, എങ്കിൽ പോലും ആളുകൾ, ഞാനൊരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുത്തപ്പോൾ അത് നയിച്ചിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ഒരു ഭാഗം വായിച്ചിട്ട് പറയാം, നമുക്ക് അല്പം ശാന്തമായിരിക്കാം, എന്നിട്ട് ഈ വചനഭാഗത്തെക്കുറിച്ച് കർത്താവ് എന്താണ് നമ്മുടെ ആത്മാവിൽ പറയുന്നതെന്ന് നമുക്ക് പങ്കുവയ്ക്കാം എന്ന് പറഞ്ഞിട്ട്. അതൊരു കൈൻഡ് ഓഫ് സ്പിരിച്വൽ ഷെയറിംഗ് ആണ്. ഞാൻ കുറ്റം പറയുമൊന്നും അല്ല, അത് കുഴപ്പമൊന്നും ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല, നേരിട്ട് പെട്ടെന്ന് കുറ്റപ്പെടുമെന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷേ വചനത്തിന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥകാരൻ എന്തുദ്ദേശിച്ചു എന്ന് പറയലാണ്. ഇത് ഭയങ്കര വലിയൊരു കാര്യമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനത്തിന്റെ ഉദ്ദേശം എന്താണ്? അത് വായിച്ചപ്പോൾ നിനക്ക് എന്തൊക്കെ തോന്നി, നിനക്ക് എന്തൊക്കെ അനുഭവപ്പെട്ടു എന്ന് പറയലല്ല. ഇൻസ്റ്റഡ് വിശുദ്ധ ഗ്രന്ഥകാരൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കല. അതിനെ മാത്രമേ ഇന്റർപ്രിട്ടേഷൻ എന്ന് വിളിക്കാവൂ, വ്യാഖ്യാനം എന്ന് വിളിക്കാവൂ. ആരാണ് ഈ വിശുദ്ധ ഗ്രന്ഥകാരൻ? ഒന്നാമത് ദൈവമാണ്, പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഇനി അത് രേഖപ്പെടുത്തിയ മാനുഷിക ഗ്രന്ഥകാരന്മാർ, അവരും ആ വിശുദ്ധ ഗ്രന്ഥകാരന്മാരാണ്. അപ്പോ പരിശുദ്ധാത്മാവാൽ പ്രചോദിപ്പിക്കപ്പെട്ട, പരിശുദ്ധാത്മാവിന്റെ ജീവനുള്ള പേനകളായി മാറിയ ആ വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾ സത്യത്തിൽ ഈ കാര്യം എഴുതുമ്പോൾ എന്താ ഉദ്ദേശിച്ചത് എന്നതാണ് ഇതിനകത്തെ കാര്യം. അവരെന്താണ് ഉദ്ദേശിച്ചത് അതറിയിക്കുന്നതിനെയാണ് ഈ എക്സജൻസിസ് എന്ന് പറയുന്നത്. അത് അറിയിക്കാനുള്ള ശ്രമത്തെയാണ് സുവിശേഷ പ്രബോധനം എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ഞാൻ കണ്ടെത്തിയ കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ച് പറയലല്ല, അല്ലെങ്കിൽ ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഞാൻ കൂട്ടിച്ചേർത്ത് അവതരിപ്പിക്കുന്നു. ഒരു വചനഭാഗം എടുക്കുന്നു, അതിനോട് ബന്ധമുണ്ടാകാൻ ഇടയുള്ള കുറെ കാര്യങ്ങളൊക്കെ കൂടി ഞാൻ തപ്പിപ്പെറുക്കിയെടുക്കുന്നു, ആലോചിച്ച് കണ്ടുപിടിക്കുന്നു. അത് അവതരിപ്പിക്കലല്ല. പകരം ഒന്നാമത് വിശുദ്ധ ഗ്രന്ഥകാരൻ എന്താണ് പറയുന്നത്,
അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഒരു കാര്യം പറയുമ്പോഴേ എന്താണ് ഇപ്പൊ അത് എല്ലാ സ്ഥലത്തും അത് ബാധകമാണ്. ഇപ്പൊ തന്നെ ലോ പഠിക്കുമെന്ന് വിചാരിച്ചു, നിയമം പഠിക്കുകയാണ്. നിയമം പഠിക്കുന്ന നേരത്തെ നിയമത്തെ വ്യാഖ്യാനിക്കും അല്ലെ? കോടതി മുറികളിലൊക്കെ നടക്കുന്ന നിയമത്തിന്റെ വ്യാഖ്യാനമാണ്. നിയമം വ്യാഖ്യാനിക്കുമ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വമാണ് ദ മൈൻഡ് ഓഫ് ദ ലോ ഗീവർ പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ്. അതായത് ഒരു നിയമം തരുമ്പം എന്തായിരുന്നു ഈ നിയമദാതാവിന്റെ ഉദ്ദേശം? എനിക്കിഷ്ടമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ നിയമത്തെ വ്യാഖ്യാനിച്ചാൽ പോരാ. ഈ നിയമം കൊടുക്കുമ്പോൾ ഈ നിയമദാതാവിന്റെ ഉദ്ദേശം എന്താണ്? വാട്ട് ഇസ് ദ മൈൻഡ് ഓഫ് ദ ലോ ഗീവർ? ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സെക്യുലർ വേൾഡിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ സെക്യുലർ വേൾഡ് പോലും ഇത് ഉപയോഗിക്കുന്നെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിന് ഇത് ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. വാട്ട് ഇസ് ദ മൈൻഡ് ഓഫ് ദ സീക്രട്ട് ഓഥർ? വിശുദ്ധ ഗ്രന്ഥകർത്താക്കളുടെ ഉദ്ദേശം എന്താണ്? വാട്ട് ഇസ് ദെയർ മൈൻഡ്? ഇതാണ് നമ്മൾ അറിയേണ്ടത്. ഇതെങ്ങനെ അറിയാൻ പറ്റും? ഇതറിയുന്നതിന് പ്രാഥമികമായ ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഇത് അറിയാനായിട്ട് ഒന്ന്, അവർ ജീവിച്ച കാലഘട്ടം അറിയണം. ഈ വിശുദ്ധ ഗ്രന്ഥകാരന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് അറിയണം. ആ കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത് ഏതൊരു എന്താ പറയാ വിശുദ്ധ ഗ്രന്ഥമെന്നല്ല, ഏതൊരു രചിക്കപ്പെട്ട ഗ്രന്ഥവും അല്ലെങ്കിൽ ഏതൊരു ടെക്സ്റ്റും മനസ്സിലാക്കാൻ ആ കാലഘട്ടം അറിയണം. ഇപ്പൊ ഉദാഹരണത്തിന് 6-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു പുസ്തകത്തെക്കുറിച്ച് പഠിക്കണം. എന്ത് ചെയ്യണം? സ്വാഭാവികമായി 6-ാം നൂറ്റാണ്ടിന്റെ ജീവിത സാഹചര്യം, കൾച്ചർ അറിയണം. അപ്പൊ അത് എഴുതപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് അറിയണം. എങ്കിലും നമുക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് ഒരു കൊച്ചിനോട്, നമ്മൾ ഇന്ന് KFC ഒക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുന്ന ഒരു കുട്ടിയോട് ഈശോ പറഞ്ഞ ഉപമയിലെ എൻ്റെ ഒരുവന്റെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, രാത്രി ഇവൻ ചെന്ന് അയലോക്കത്തെ ആളുടെ അടുത്ത് എനിക്ക് 3 അപ്പം വായ്പ തരാമോ എന്ന് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ ഈ കൊച്ച് 3 അപ്പം ചോദിച്ചു പോകുന്നു എന്ന് കൊച്ചി ചിന്തിച്ചു പോകും. ആ കാലഘട്ടത്തെ അറിയാതെ ആ ഒരു കുഞ്ഞു കാര്യം പോലും മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിന്റെ മനുഷ്യർ, അവരുടെ ജീവിതം, ഇത് പഠിക്കണം. അല്ലാണ്ട് ഒരു ബൈബിൾ കയ്യിൽ കിട്ടി ഉടനെ തന്നെ ഒരു ഭാഗം വായിച്ചു എന്നിട്ട് എൻ്റെ സ്വന്തം നിലയ്ക്ക് അങ്ങ് വ്യാഖ്യാനിച്ചു തുടങ്ങുമല്ല. ഒത്തിരി സ്റ്റഡീസ് ഇതിന്റെ പുറകിൽ ആവശ്യമുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ്, അത് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥത്തില്ല, ഒന്നാമത് എടുത്തു പറയേണ്ട ഒരു കാര്യം, അവർ ജീവിച്ച കാലഘട്ടത്തെ കുറിച്ച് അറിയാം. വിശുദ്ധ ഗ്രന്ഥം ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, വെളിപാട് പുസ്തകം അത് അവസാനിക്കും, വിശുദ്ധ ഗ്രന്ഥം അവസാനിക്കുന്നതാണ് കർത്താവെ വേഗം വരയണമേ മാറാനാഥ എന്ന് പറഞ്ഞിട്ടാണ് അത് അവസാനിക്കുന്നത്. കർത്താവെ വേഗം വരയണമേ. എന്താണ് അതിന്റെ പശ്ചാത്തലം? എന്തുകൊണ്ടാണ് വേഗം വരണമെന്ന് ഒരു പ്രാർത്ഥന? ശക്തമായ മതമർദ്ദനം നടക്കുകയാണ്, കൊടിയ പീഡനം നിൽക്കുകയാണ്, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതുപോലെ ആളുകള് ടോർച്ചർ ചെയ്യപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു, അവർ തകർന്നു വീണുകൊണ്ടിരിക്കുന്നു. എത്ര മിനിറ്റും കൂടെ, എത്ര നിമിഷം കൂടെ ഞാൻ പിടിച്ചു നിൽക്കുമെന്ന് പോലും അറിയാത്ത ഒരു ജനം. അവരാണ് പറയുന്നത്, അവരുടെ മധ്യേ രേഖപ്പെടുത്തപ്പെട്ട സുവിശേഷ വിശുദ്ധ ഭാഗമാണ് പറയുന്നത്, കർത്താവെ വേഗം വരണമേ. ആ സാഹചര്യത്തെ മനസ്സിലാക്കാതെ, കാലഘട്ടത്തെ മനസ്സിലാക്കാതെ വചനം മനസ്സിലാകില്ല. നമ്മള് അത് പറയുമ്പം തിരിച്ച് മനസ്സിലാക്കരുത്, ആ കാലഘട്ടത്തെ മനസ്സിലാക്കി പറയല് മാത്രമല്ല വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനം, അഥവാ ആ കാലഘട്ടത്തിന്റെ മാത്രം വചനമല്ല, ഈ കാലഘട്ടത്തിന്റെയും വചനമാണ്. ഈ കാലഘട്ടത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടണമെങ്കിൽ ആ കാലഘട്ടം അറിയണം. ഇനി ഈ കാലഘട്ടത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ കോണ്ടെക്സ്റ്റ് ഇതോടെ അടുത്ത 1-2 കാര്യം കൂടെ പറഞ്ഞിട്ട് ഇത് പറയുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഒന്ന്, കാലഘട്ടം അറിയണം. 2, അവിടുത്തെ സംസ്കാരം അറിയണം. അവിടുത്തെ സംസ്കാരം എന്താണ് എന്നറിയണം. കാലഘട്ടത്തെ അറിയണം, സംസ്കാരം എന്താണെന്ന് അറിയാം. ഏത് സംസ്കാരത്തിലാണ് ഈ സുവിശേഷം രചിക്കപ്പെട്ടിരിക്കുന്നത്? ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിന്റെ സംസ്കാരത്തിലാണ് ഇത് രചിക്കപ്പെട്ടിരുന്നതെങ്കിൽ അതിന്റെ ഭാഷാശൈലി മുതൽ അവതരിപ്പിക്കുന്ന ഉദാഹരണങ്ങൾക്ക് വരെ വ്യത്യാസം വന്നേനെ. ഇത് സുവിശേഷം, വിശുദ്ധ ദൈവിക വെളിപാട് യാഥാർത്ഥ്യമായി തീർന്ന ഒരു സംസ്കാരത്തിൽ നിന്നാണ് ഇത് എഴുതപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു യവന ഹെബ്രായ സംസ്കാരത്തിലാണ് ഇത് രേഖപ്പെടുത്തപ്പെടുന്നത്. ആ സംസ്കാരത്തിന് ഒത്തിരി പാരമ്പര്യമുണ്ട്. എന്താണ് പാരമ്പര്യം? ഇപ്പം യവന യഹൂദ സംസ്കാരം എടുക്കുക, ഹെബ്രായ സംസ്കാരം, അത് ഇസ്രായേലിന്റെ രൂപീകരണം, അബ്രാഹത്തിന്റെ വിളി മുതൽ ദൈവത്തിന്റെ ഇടപെടലുകൾ കൊണ്ട്, ഒരുക്കപ്പെടലുകൾ കൊണ്ടൊക്കെ രൂപീകരിക്കപ്പെട്ട ഒരു വലിയ കൾച്ചറാണ്, ഒരു വലിയ സംസ്കാരമാണ്. അവർക്ക് അവരുടേതായ നിയമസംഹിതകളും ശൈലികളും രീതികളും ഒക്കെയുണ്ട്. ആ സംസ്കാരത്തെക്കുറിച്ച് അറിയാതെ നമുക്കിന്നത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണത്തിന് അവരുടെ സംസ്കാരത്തിന്റെ രീതികൾ, അവരുടെ സംസ്കാരത്തിന്റെ കാഴ്ചപ്പാടുകൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ പറയുന്ന ചില വാക്കുകളോ ചില കാര്യങ്ങളോ പോലും, ഉദാഹരണത്തിന് ഈശോ പൗരോഹിത്യത്തെക്കുറിച്ച് വളരെ ശക്തമായി സംസാരിക്കുന്നു. പുരോഹിതരെ, അത് കേൾക്കുന്ന ഒരാൾക്ക് ഇന്നത്തെ കാലത്ത് വേണമെങ്കിൽ കണ്ടോ അച്ഛന്മാരെ എല്ലാം ഈശോ തന്നെ ശാസിച്ചിട്ടുണ്ട് എന്ന് വേണേൽ പറയാം. പക്ഷേ പഴയ നിയമ പൗരോഹിത്യം, ക്രിസ്തുവിന്റെ നിത്യപൗരോഹിത്യം സ്വീകരിക്കുന്നതാണ് പുതിയ നിയമ പൗരോഹിത്യം. പഴയ നിയമ പൗരോഹിത്യം അതിന്റെ ഒരു എന്താ പറയാ ഒരുക്കഘട്ടത്തിലെ
ഒരു വലിയ പരിധി ഒരു മാനുഷിക പൗരോഹിത്യമാണ്. അതാണ് അതിന്റെ കാര്യം. അതൊരു നാച്ചുറൽ പ്രീസ്റ്റ്ഹുഡാണ്. അങ്ങനത്തെ ഒരു പ്രീസ്റ്റ്ഹുഡ് നയിച്ചിരുന്ന ആളുകളാണ്. അപ്പം ആ യഹൂദ പശ്ചാത്തലത്തിലുള്ള പൗരോഹിത്യം എന്താണെന്ന് അറിയാതെ ഈശോ പൗരോഹിത്യത്തെക്കുറിച്ച്, അന്നത്തെ പൗരോഹിത്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് രണ്ടാണ്. അപ്പൊ ആ കൾച്ചർ അറിയണം, അവരുടെ ജീവിത രീതികൾ അറിയണം. യഹൂദര്, ഈശോയുടെ ശിഷ്യന്മാർ യാത്ര ചെയ്യുന്ന ഇടയ്ക്ക് മടുത്തപ്പോൾ കുറച്ച് കതിരുവാരി അതിങ്ങനെ കയ്യിലിട്ട് തിരുമ്മി കഴിച്ചപ്പോൾ അവർ ചോദ്യം ചെയ്യാൻ വന്നു. ഇതിനിപ്പോ എന്താ ഇത്ര ചോദ്യം ചെയ്യാതിരിക്കുന്നത്? എന്തൊരു എന്താ പറയാ, കോമിക് ആൾക്കാരാണ് ഇവര് എന്ന് ചോദിക്കുന്നതിനകത്ത് അർത്ഥമില്ല. അവരുടെ സംസ്കാരം, ആ മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങൾ, ആ നിയമങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ട വിധം, ആ നിയമങ്ങളുടെ ഇങ്ങനെ പൊലിപ്പിച്ച വ്യാഖ്യാനങ്ങൾ, അതൊക്കെ ജീവിച്ചിരുന്ന ഒരു കൾച്ചർ. ആ കൾച്ചറിനെ മനസ്സിലാക്കിയാലേ വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാവുള്ളൂ. ഇന്ന് നമുക്കത് മനസ്സിലാക്കാൻ പാടാണ്. അന്നത്തെ കൾച്ചർ മനസ്സിലാക്കണം. കാരണം അന്നത്തെ കൾച്ചറിൽ നിന്ന് ഒത്തിരി നമ്മളിങ്ങ് പോന്നു. ഇന്ന് നമുക്ക് പരിചയമുള്ള ഒരു സംസ്കാരത്തിൽ നിന്നുകൊണ്ട് അന്ന് രേഖപ്പെടുത്തപ്പെട്ട ഒരു പുസ്തകം മനസ്സിലാക്കൽ അത്ര എളുപ്പമല്ല. പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? വചനം അന്നും ഇന്നും കൾച്ചറിന് അതീതമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്നൊരാൾക്ക് വായിക്കുമ്പോൾ പോലും അത് എൻ്റെ ഈ കൾച്ചറിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ അത് വാലിഡ് ആണല്ലോ എന്ന് മനസ്സിലാവും, അല്ലെ? അങ്ങനെ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. എന്താണ് അതിന്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അതിന്റെ കൾച്ചറും കൂടെ ഗ്രഹിക്കേണ്ടി വരും. ഈശോ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? എന്തായിരുന്നു അതിന്റെ പശ്ചാത്തലം? ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഈശോയുടെ ഉത്ഥാനം ആദ്യം കണ്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീകളാണിത് കാണുന്നത്. അതിനിപ്പോ എന്താ കുഴപ്പം, ആര് കണ്ടാലെന്താ എന്ന് നമ്മൾ ഇന്ന് വിചാരിക്കും. പക്ഷെ അന്ന് സ്ത്രീകളുടെ സാക്ഷ്യത്തിന് വിലയില്ല എന്ന് ഓർക്കണം. ലീഗലി വാലിഡ് അല്ല. അതായത് സമൂഹം ഒരിക്കലും, ഒരു ഒഫീഷ്യൽ സംവിധാനവും സ്ത്രീകളുടെ വാക്കിനെ ഗൗരവമായിട്ട് എടുക്കില്ല. അതൊരിക്കലും സ്ഥിരീകരിക്കപ്പെടില്ല. അപ്പൊ സ്വാഭാവികമായി അത് എഴുതപ്പെടുക പോലുമില്ല. അതെങ്ങനെ രേഖപ്പെടുത്തപ്പെടാനാവില്ലാത്ത മൊഴികളാണത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അവളാണ് മിശിഹായുടെ ഉത്ഥാനത്തെ ആദ്യം കണ്ടതെന്ന് പറഞ്ഞാൽ അതോടെ തീർന്നു. പക്ഷെ എന്നിട്ട് അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കും. ആ കൾച്ചർ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കിതിന്റെ ഉള്ളർത്ഥം സംസ്കാരത്തെ മനസ്സിലാക്കുമ്പോഴാണ്. അതുപോലെ കർത്താവ് പറയുന്ന പല കാര്യങ്ങളുടെയും ഉള്ളർത്ഥങ്ങൾ, ഒരു കർണത്തടിക്കുന്നവന് മറുകർണം കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയും. എന്താണത്? അതായത് പുറം കൈ കൊണ്ട് അടിക്കുന്ന ഒരാളോട്, അടിമകളെയാണ് അങ്ങനെയൊക്കെ തല്ലുകയൊക്കെ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്ന ഒരാളോട് നീ എന്നെ ശരിയായ വിധത്തിൽ വിചാരണ ചെയ്തിട്ട് ശിക്ഷ വിധിക്ക് ഞാൻ അർഹനാണെങ്കിൽ എന്നെ ശിക്ഷിച്ചോളൂ എന്ന് പറയണമെന്നുള്ള അർത്ഥമാണ് അതിന് പുറകെ കിടക്കുന്നത്. ഇങ്ങനെ തുടങ്ങിയ അവരുടെ കുഞ്ഞു കുഞ്ഞു കൾച്ചറൽ സൂക്ഷ്മാംശങ്ങളെ കുറിച്ചുള്ള ധാരണ വിശുദ്ധ ഗ്രന്ഥ പഠനത്തിന് ഫണ്ടമെന്റലാണ്. ഇതൊക്കെ പറയുമ്പം ആണ് നമുക്ക് ബൈബിളിനെ, കർത്താവെ ഞാൻ ഇനി എന്തോരം അധ്വാനിച്ചാലാണ് ബൈബിൾ ഒന്ന് വായിക്കാറാവുന്നത് എന്ന് നമുക്ക് തോന്നും. അങ്ങനെ തോന്നണം. എളിമയോടെ അങ്ങനെ തോന്നുന്നത് നല്ലതാണ്. ഇനി മൂന്നാമത്തേത്, അവരുടെ കാലത്തെ സാഹിത്യരൂപത്തിന്റെ പ്രത്യേകതകളും അക്കാലത്തെ ചിന്തയുടെയും ഭാഷണത്തിന്റെയും ആഖ്യാനത്തിന്റെയും രീതികളും നാം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ എന്താണ്? ആ കാലഘട്ടത്തെ സാഹിത്യരൂപത്തിന്റെ പ്രത്യേകതകൾ. ഇന്നത്തെ സാഹിത്യരൂപമല്ല അന്നത്തെ സാഹിത്യരൂപം. അത് സാഹിത്യത്തിലും കലയിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അതായത് ക്ലാസിക്കൽ പീരീഡ്, ലിറ്ററേച്ചറിന്റെ ക്ലാസിക്കൽ പീരീഡ്, മോഡേൺ പീരീഡ്, പോസ്റ്റ് മോഡേൺ പീരീഡ് എന്നൊക്കെ പറയാം, ആൻഷ്യൻ പീരീഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കില്ലേ? അതൊക്കെ തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട്. സുവിശേഷങ്ങൾ, വിശുദ്ധഗ്രന്ഥം രേഖപ്പെടുത്തപ്പെട്ട കാലഘട്ടം അത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ അറിയണം. ആ കാലഘട്ടത്തെ സാഹിത്യരൂപങ്ങളുടെ പ്രത്യേകതകൾ അറിയണം. ഉദാഹരണത്തിന് നമുക്ക് പിന്നീട് പഠിക്കാനുള്ളതാണ് എങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, വെളിപാട് പുസ്തകം വലിയൊരു ശതമാനം ആളുകൾക്കും അതൊരു മാന്ത്രിക ഗ്രന്ഥം പോലെയാണ്. പ്രത്യേകിച്ച് ഈ സെക്റ്റുകൾക്ക്, പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകൾക്കൊക്കെ വെളിപാട് പുസ്തകമാണ് അവരുടെ പ്രധാന ഉപകരണം. ഇത് വെച്ചിട്ടാണ് ഇവരെല്ലാം പറയുന്നത്. കാരണം എന്താണ്? അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ എന്തോ പോലെ ഇരിക്കുന്നു, ഒരു പ്രത്യേക ഭീതി പുലർത്തുന്നത് പോലെയോ ഒരു പ്രവചനം പോലെയോ ഒക്കെ തോന്നുന്ന പോലെ ഇരിക്കുന്നു. വെളിപ്പെടുത്തപ്പെട്ടത് ആണ് എന്നൊക്കെ വിചാരിക്കും. ദാറ്റ് സിംപ്ലി അതൊരു ലിറ്റററി മെത്തേഡാണ്, അഥവാ ഒരു സാഹിത്യ രൂപമാണത്. അപ്പക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപമാണ്. അത് പ്രതീരൂപാത്മക രചനയാണ് സത്യത്തിൽ. ഒരു കാര്യത്തെ പ്രതീകങ്ങളിലൂടെയൊക്കെ അവതരിപ്പിക്കുന്ന അന്നത്തെ കാലത്ത് നിലവിൽ നിന്നിരുന്ന മനോഹരമായ ഒരു സാഹിത്യ രൂപമാണത്. അതിനപ്പുറത്ത് അതിനൊരു മാന്ത്രിക ഗ്രന്ഥം പോലെ അവതരിപ്പിക്കുന്നത് അതവരുടെ ആ കാലഘട്ടത്തിലെ സാഹിത്യ രൂപത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ്. ഇപ്പൊ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ ചില ഭാഗങ്ങൾ പാട്ടുകൾ പോലെ, ചിലത് കഥകൾ പോലെ, ചിലത് പ്രസംഗങ്ങൾ പോലെ, അതുപോലെ പലതരത്തിലുള്ള സാഹിത്യ. സുവിശേഷങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഒരു നവീനമായ സാഹിത്യ രൂപമാണ്. എന്ന് പറഞ്ഞാൽ
നമുക്ക് പരിചയമുള്ള കഥ, കവിത, പ്രസംഗം തുടങ്ങിയ പ്രസംഗത്തെ സാഹിത്യരൂപം അല്ല പറയണ്ടേ, വേണം പറയാം, ലേഖനങ്ങൾ, ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന സാഹിത്യരൂപത്തിന് പുറമെയുള്ള തനതായ ഒരു സാഹിത്യ രൂപം അത് വേറെ ഒരു സ്ഥലത്തുമില്ല. സുവിശേഷങ്ങൾ തന്നെ ഒരു സാഹിത്യ രൂപമാണ്. അങ്ങനെ വിവിധങ്ങളായ സാഹിത്യ രൂപങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ഇതിന്റെ സാഹിത്യ രൂപങ്ങളെ കുറിച്ചുള്ള അറിവ് കൂടാതെ ഒരാൾക്ക് ഒരിക്കലും വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാള് കഴിഞ്ഞ ഇടയ്ക്ക് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ഈ ജോബിനെ ഈ ദൈവം സാത്താനെ ഇങ്ങനെ പരീക്ഷിക്കാൻ വിടുക എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? ദൈവം അപ്പൊ ദൈവം പിശാചൊക്കെ കൂട്ടുകാരല്ലേ, അവരിങ്ങനെ ഒരുമിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞേ, എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് താഴ്ത്ത് നടക്കുന്ന ജോബിനെ കണ്ടോ, അവനെ നമുക്കൊന്ന് പരീക്ഷിക്കാം, അവന്റെ വിശ്വസ്തന. അപ്പൊ സാത്താൻ പറഞ്ഞു, പിന്നെ ഞാൻ ചെന്ന് അവനെ ഒന്ന് ചെറുതായിട്ട് നിലക്കി കഴിഞ്ഞാൽ അവൻ വീഴും, നീ പറഞ്ഞ പോലൊന്നും അല്ല എന്ന് ദൈവത്തോട്. അപ്പൊ ദൈവം ഉടനെ എന്നാ നീ ഒന്ന് പോയി പരീക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് അയക്കുകയും ഇവനെ പോയി കഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു. ഇത് എന്തു തരം ദൈവമാണ്? ദൈവത്തിന് ഒരു ചെറിയ ഇങ്ങനെ അന്തർധാരയുണ്ടല്ലേ പിശാചുമായിട്ട് എന്ന് എന്നോട് ഒരു മനുഷ്യൻ ചോദിച്ചു. സത്യത്തിൽ എന്താണ് അതിന്റെ കാരണം? അതൊരു സ്റ്റോറിയാണ്. ദാറ്റ് സിംപ്ലി എ സ്റ്റോറി. ഈ ജോബിന്റെ കഥയാണ്. ആ നാട്ടിൽ നിലവിൽ നിന്നിരുന്ന ആധ്യാത്മിക സ്വഭാവമുള്ള രക്ഷാകര ചരിത്രത്തെ അനാവരണം ചെയ്യാനായിട്ട് കാരണമായി തീരുന്ന വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗം അതൊരു സ്റ്റോറിയാണ്. അത് മുഴുവൻ ഒരു സ്റ്റോറിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോബ് എന്ന് പറഞ്ഞൊരു വ്യക്തി ജീവിച്ചിരുന്നിട്ട് പോലും ഉണ്ടാവില്ല. ചിലപ്പോ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നിരിക്കാം. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു പരിപൂർണമായ ഒരു കഥയാണ്. അതൊരു കഥയാണ്. അപ്പോൾ അതൊരു കഥ എന്ന് പറയുന്ന സാഹിത്യരൂപമാണ് എന്ന് മനസ്സിലാക്കാത്ത ഒരാൾ അതിനെ ചരിത്രമായിട്ട് എടുത്താൽ എങ്ങനെ ഉണ്ടാവും? ആകെ അവതാളത്തിലാവും അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഈ സാഹിത്യ രൂപത്തെ അറിയണം, അതിന്റെ പ്രത്യേകതകളും അറിയണം. ഉദാഹരണത്തിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ചില പുസ്തകങ്ങൾക്കകത്ത് പ്രീ ഡെസ്റ്റിനേഷന്റെ ചായ്വുകൾ കാണും. അതായത് വിതയ്ക്കാനൊരു സമയം, കൊയ്യാനൊരു സമയം, ജീവിക്കാൻ ഒരു സമയം, മരിക്കാൻ ഒരു സമയം എന്നൊക്കെ പറഞ്ഞ പോലത്തെ. ഓഹോ, അപ്പൊ ദൈവം ഇതെല്ലാം അങ്ങനെ നിശ്ചയിച്ച് വെച്ചേക്കുക അല്ലെ, സമയം ആക്കി വെച്ചേക്കുക അല്ലെ, അപ്പൊ സമയം എന്ന് കരുതരുത്. കാരണം എന്താണ്? അടുത്ത വാചകം ഇതാണ്, അക്കാലഘട്ടത്തിലെ ചിന്തയുടെയും ഭാഷണത്തിന്റെയും ആഖ്യാനത്തിന്റെയും രീതികളും നമ്മൾ ശ്രദ്ധിക്കണം. ആ കാലഘട്ടത്തിന്റെ ചിന്തകൾ, പഴയ നിയമ കാലഘട്ടത്തിന്റെ ചിന്തകൾ അതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. അത് ദൈവിക വെളിപാട് പൂർണ്ണമായതിന് ശേഷമുള്ള ചിന്തകളല്ല. ദൈവിക വെളിപാട് പൂർണ്ണമാകുന്നതിന് മുൻപുണ്ടായിരുന്ന അപൂർണമായ വെളിപാടിന്റെ, പഴയ നിയമ കാലഘട്ടത്തിന്റെ വെളിപാടിന്റെ ചിന്തകളാണ്. ആ ചിന്തകൾ, പരിമിതമായ ചിന്തകൾ, അതും അതിനകത്തുണ്ട്. അതൊക്കെ എന്തിനാണ്? പഴയ നിയമത്തിൽ അത്തരം ചിന്തകളൊക്കെ ഉൾച്ചേർന്നിരിക്കുന്നത് എന്തിനാണ്? ഈ ജനം എങ്ങനെയാ വളർന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. ആ ജനത്തിന്റെ ഉള്ളിലൂടെ കടന്നുപോയിരുന്ന, അവരുടെ സംസ്കാരത്തിലൂടെ കടന്നുപോയിരുന്ന ചിന്താധാരകൾ എന്തൊക്കെയായിരുന്നു, അവരുടെ ഫിലോസഫീസ്, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നു, ദൈവം എങ്ങനെ അവരെ മോൾഡ് ചെയ്തു, അതെങ്ങനെ പിന്നെ മാറി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ പഴയ നിയമത്തിനകത്തൊക്കെ ഇത്തരം പലതരത്തിലുള്ള എന്താ പറയാ, പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്ര ഉചിതമല്ലാത്ത ചിന്താധാരകൾ പോലും അതിനകത്ത് കിടക്കുന്നത് നമ്മൾക്ക് തരുന്ന ഇൻഫർമേഷൻ ആണ്. സത്യത്തിൽ നമുക്ക് തരുന്ന അറിവാണ്. എങ്ങനെയാണ് ഇവർ വളർന്നത്, എങ്ങനെയാണ് ഒരു യഥാർത്ഥമായ ദൈവശാസ്ത്ര അവബോധത്തിലേക്ക്, ദൈവിക അവബോധത്തിലേക്ക്, വെളിപാടിന്റെ തിരിച്ചറിവിലേക്ക് ഈ ജനം വളർന്നത് എന്നതറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ കാലഘട്ടത്തെ ചിന്ത അറിയണം, ഭാഷ അറിയണം, ആഖ്യാന രീതികൾ നമ്മൾ ശ്രദ്ധിക്കണം. ആഖ്യാനത്തിന്റെ രീതികൾ അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഈ അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ ഒരു ഉദാഹരണമാണ്. ആഖ്യാന ശൈലിയാണത്. ഉദാഹരണത്തിന് 666 ജ്ഞാനമുള്ളവൻ ആ മൃഗത്തിന്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ, അതെത്ര 666 എന്നൊക്കെ പറഞ്ഞ ഒരു ആഖ്യാന ശൈലിയാണ്. അല്ലെങ്കിൽ അത് അവർ വിശ്വസിച്ച് മനസ്സ് തിരിയാതിരിക്കേണ്ടതിനും വേണ്ടിയായിരുന്നു ഇത്. അതെന്ത് പറച്ചിലാണ്, അവർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അത് ഒരു സെമിറ്റിക് ആഖ്യാന ശൈലിയാണ്. ആ ആഖ്യാന ശൈലി മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും? അവര് മനസ്സ് തിരിയാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം ഇങ്ങനെ ചെയ്തത്, എന്നിട്ട് അവർ മനസ്സ് തിരിയാതിരുന്നപ്പോൾ അവരെ ശിക്ഷിച്ചു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ ഇടവരും. അപ്പൊ ഈ വക കാര്യങ്ങൾ അറിയാതെ ഒരാൾക്ക് വിശുദ്ധ ഗ്രന്ഥകാരൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവില്ല. ഇനി ഞാൻ ആ ഭാഗം ഒന്നുകൂടെ വായിക്കാം. വിശുദ്ധ ഗ്രന്ഥകാരന്മാർ ഉദ്ദേശിച്ച അർത്ഥം ഗ്രഹിക്കുന്നതിന് അവർ ജീവിച്ച കാലഘട്ടത്തിന്റെയും സംസ്കാരത്തിന്റെയും അവരുടെ കാലത്തെ സാഹിത്യ രൂപത്തിന്റെയും പ്രത്യേകതകളും അക്കാലത്തെ ചിന്തയുടെയും ഭാഷണത്തിന്റെയും ആഖ്യാനത്തിന്റെയും രീതികളും നാം ശ്രദ്ധിക്കണം എന്ന് തിരിച്ചു പഠിപ്പിക്കാം. ഇനി എന്നിട്ട് എന്റെ കാരണം പറയുകയാണ്. കാരണം ദൈവഗർഭം 12ാമത്തെ പാരഗ്രാഫിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. കാരണം ഇതാണ്. കാരണം ആവിഷ്കൃത സത്യം, റിവീൽഡ് ട്രൂത്ത്, ദൈവത്തിന്റെ വെളിപാട്, ആവിഷ്കൃത സത്യം വിവിധ രീതികളിൽ, വ്യത്യസ്തങ്ങളായ രചനാ രീതികളിലൂടെയോ പ്രവചന രൂപത്തിലോ കാവ്യരൂപത്തിലോ മറ്റേതെങ്കിലും സാഹിത്യ രൂപത്തിലോ ഉള്ള രചനകളിലൂടെയോ അവതരിപ്പിക്കപ്പെടും. ഈ ആവിഷ്കൃത സത്യം, മനുഷ്യാവതാരം ചെയ്ത സത്യം, അത് അവതരിപ്പിക്കപ്പെടുന്നത് ഈ കണ്ട വിധത്തിലുള്ള സാഹിത്യ രൂപങ്ങളിലൂടെയാണ്.
അപ്പൊ അതുകൊണ്ട് സാഹിത്യ രൂപങ്ങൾ പ്രധാനപ്പെട്ടതാണ്. സാഹിത്യ രൂപങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അത് ഏതൊരു സംസാരത്തിനകത്തും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു അമ്മ കൊച്ചിനോട് പറയാണ്, നിന്റെ പരീക്ഷ റിസൾട്ട് വരുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഉള്ളിൽ തീയാണ് എന്നമ്മ പറയുന്നു. ഉടനെ കൊച്ച്, അയ്യോ ഉള്ളിലൊക്കെ തീ പിടിക്കും, അമ്മച്ചി പെട്രോളാണോ കുടിക്കുന്നത് എന്ന് ചോദിക്കുകയില്ല. കാരണം എന്താണ്? അതൊരു സംഭാഷണ രീതിയാണ്. ഉള്ളിൽ കിടക്കുന്ന ഒരു കാര്യത്തെ അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷാ ശൈലിയാണ്. നാട്ടിൽ പൊതുവെ ഉപയോഗിക്കുന്ന എൻ്റെ ഉള്ളിൽ തീയാണ് എന്നൊക്കെ പറയുന്ന ഒരു ഭാഷാ ശൈലിയാണ്. ആ ഭാഷാ ശൈലി അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് എൻ്റെ ഉള്ളിൽ തീയാണെന്ന് പറഞ്ഞാൽ, ദൈവമേ ഇതെങ്ങനെയാ മനുഷ്യന്റെ ഉള്ളിൽ തീ പിടിക്കുന്നത്, തീ ഉണ്ടാകുന്നത് എന്ന് ആലോചിക്കാൻ ഇടവരാൻ സാധ്യതയുണ്ട്. ഞാൻ ഒരു വളരെ ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞു. പക്ഷേ ഇതുപോലെ വിശുദ്ധ ഗ്രന്ഥ കാലഘട്ടത്തിലെ രചനാ കാലഘട്ടത്തെയും അതിന്റെ രീതികളെയും അതിന്റെ സ്വഭാവത്തെയും ഒക്കെ ആഴത്തിൽ അറിയാതെ ഒരാൾക്ക് ഒരിക്കലും വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ഓർക്കണം. എന്നിട്ട് 111 പാരഗ്രാഫ് പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥം ദൈവനിവേശിതമാകയാൽ, എന്താ നമ്മൾ ആദ്യം പറഞ്ഞത്, യഥാർത്ഥ ഓതർ ദൈവമാണ്. ദൈവം വിശുദ്ധ ഗ്രന്ഥകാരന്മാർക്ക് സന്ദേശം നൽകുകയും അവരതിനുവേണ്ടി ഒരുക്കുകയും അവർ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചതെല്ലാം തെറ്റുകൂടാതെ അവരുടെ ഭാഷയും അവരുടെ അറിവുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് രേഖപ്പെടുത്തി വെച്ചതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ദൈവനിവേശിതമായതിനാൽ ശരിയായ വ്യാഖ്യാനത്തിന് തെല്ലും അപ്രധാനമല്ലാത്ത മറ്റൊരു തത്വം കൂടിയുണ്ട്. ദറ്റ്സ് അനദർ പ്രിൻസിപ്പിൾ. വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മറ്റൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. എന്താണത്? ഈ തത്വത്തിന്റെ അഭാവത്തിൽ വിശുദ്ധ ഗ്രന്ഥം വെറും മൃതാക്ഷരങ്ങളായി നിലകൊള്ളും. ഈ പ്രിൻസിപ്പിൾ അറിയില്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കുകളെല്ലാം വെറും ഡെഡ് വേർഡ്സ് ആയിരിക്കും, മൃത അക്ഷരങ്ങളായിരിക്കും, ഡെഡ് ലെറ്റേഴ്സ് ആയിട്ട് അത് മാറും. ഏതാണ് അത്രയും ഗൗരവമുള്ള പ്രിൻസിപ്പിൾ? ഏതാണ്? അതിതാണ്, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ രചയിതാവായ അതേ ആത്മാവിന്റെ പ്രകാശത്തിൽ മാത്രമേ വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യാവൂ. ഇതാണത്. വളരെ സിമ്പിളാണ് നമുക്ക് തോന്നും, പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കുറിച്ചെടുക്കുന്നത് നല്ലതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ രചയിതാവായ അതേ ആത്മാവിന്റെ പ്രകാശത്തിൽ മാത്രമേ വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യാവൂ എന്നതാണ്. ഒരു നോവൽ വായിക്കാൻ ആർക്കും പറ്റും, ഒരു കഥ വായിക്കാൻ ആർക്കും പറ്റും. ഇപ്പൊ അത് ഏത് സ്ഥലത്ത് എഴുതിയ കഥയും ആർക്കും വായിക്കാൻ പറ്റും. കമ്മ്യൂണിസ്റ്റോട് യാതൊരു പ്രതിപത്തിയും ഇല്ലാത്ത ഒരാൾക്ക് ദസ് ക്യാപിറ്റൽ വായിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല, വായിക്കാൻ പറ്റും. പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് എഴുതപ്പെട്ട ആത്മാവിന്റെ, അത് എഴുതാൻ കാരണമായി തന്നെ, അഥവാ അത് എഴുതിയ രചയിതാവായ ആത്മാവിന്റെ പ്രകാശത്തിൽ മാത്രമേ അത് വായിക്കാനും വ്യാഖ്യാനിക്കാനും പറ്റൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തത്വം. എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലെങ്കിൽ അത് വെറും ഡെഡ് ലെറ്റേഴ്സാണ്. പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കാത്ത, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാത്ത, പരിശുദ്ധാത്മാവിനോട് ആഭിമുഖ്യം പുലർത്താത്ത ഒരാൾക്ക് വിശുദ്ധ ഗ്രന്ഥം വെറുതെ ഡെഡ് ലെറ്റേഴ്സാണ്. അതുകൊണ്ടാണ് ഇതേ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്ന നിരീശ്വരവാദികൾ അതുപോലെ തന്നെ നിൽക്കുന്ന പലപ്പോഴും. അപൂർവം ചില ആളുകൾ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയും അവരിൽ പ്രവർത്തിക്കുന്ന, അവരോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കേട്ടു തുടങ്ങുകയും ചെയ്യുമ്പോൾ വല്ലാത്ത മാനസാന്തരത്തിലേക്ക് കടന്നവർ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പൊതുവിൽ എന്ത് പറ്റും? ഒരാൾ സഭയെ ആക്രമിക്കാനോ ക്രൈസ്തവ വിശ്വാസത്തെ ആക്രമിക്കാനോ വേണ്ടിയിട്ട് ബൈബിൾ എടുത്തിട്ട് വായിച്ചു പഠിക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ടാവും. ചില അന്യമതസ്ഥരായ ചില പണ്ഡിതരെന്ന് അവർ വിളിക്കുന്ന ആളുകൾ പോലും ചിലപ്പോഴൊക്കെ ബൈബിളിനെ ഉദ്ധരിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് പറയണ കേൾക്കും. അപ്പൊ നമുക്ക് തോന്നും, ഈ മനുഷ്യൻ ഇത് മുഴുവൻ വായിച്ചിട്ടാണ് ഇത് പറയണേ എന്ന് നമുക്ക് തോന്നും. ചില സുവിശേഷ ഭാഗങ്ങളൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റിക്കെതിരെ സംസാരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. വളരെ പ്രചാരത്തിലുള്ള ഒരു പ്രത്യേക മതത്തിലെ ആളുകളൊക്കെ അവരുടെ പ്രഭാഷണങ്ങളിലൊക്കെ ബൈബിളിനകത്ത് ചില കോട്ട് ചെയ്തുകൊണ്ട് സഭയ്ക്കെതിരെ സംസാരിക്കുന്ന നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത്? അവർക്ക് അത് കിട്ടുന്നത് ഡെഡ് ലെറ്റേഴ്സ് ആയിട്ടാണ്. അതിന്റെ അർത്ഥം എന്താണ്? വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതിന് ഒരു പ്രീ റിക്വസിറ്റ് ഉണ്ട്, ഒരു മുൻ ആവശ്യമുണ്ട്. എന്താണ് ആവശ്യം? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ദൈവാത്മാവിന്റെ പ്രചോദനത്തിലും ദൈവാത്മാവിന്റെ ഇടപെടലിലും ദൈവാത്മാവിന്റെ സ്വരത്തിലും കൂടെയാണ് ഈ വചനം കേൾക്കേണ്ടത്. കാരണം അത് എഴുതിയത് ആ ആത്മാവാണ്. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ പരിശുദ്ധാത്മാവ് എഴുതിയ വചനം പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിക്കുന്ന വിധത്തിലേ അത് കേൾക്കാം. എവിടെയാണ് പരിശുദ്ധാത്മാവ്? നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇനി പഠിക്കണം. കുറച്ചൊക്കെ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് ആരാണെന്നാണ് നമ്മൾ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് ഒരു ദൈവിക വ്യക്തിയാണ്. ഏറ്റവും പരമമായി
പരിശുദ്ധാത്മാവ് സഭയുടെ ആത്മാവാണ് എന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും സുവ്യക്തമായ, ഏറ്റവും ഉദാത്തമായ, മനോഹരമായ, പൂർണ്ണതയുള്ള ഡെഫിനിഷൻ പരിശുദ്ധാത്മാവ് ആരാണെന്ന് ചോദിച്ചാൽ അല്പം പോലും ശങ്കിക്കാതെ ഒരാൾ കൊടുക്കേണ്ട മറുപടി ഇതാണ്: പരിശുദ്ധാത്മാവ് സഭയുടെ ആത്മാവാണ് എന്നതാണ്. സഭയുടെ ആത്മാവാണ്. തിരുസഭയെ നയിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. തിരുസഭയ്ക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. സഭ ഈ അപ്പസ്തോലന്മാരെ അയക്കുന്ന സമയത്തൊക്കെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഈശോ പറയുന്ന കാര്യം ഇതാണ്: നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ നിങ്ങളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവിനെ അയക്കും, നിങ്ങൾക്ക് സഹായകനായി ഞാൻ ആത്മാവിനെ അയക്കും. സഭയ്ക്ക്, സഭയുടെ ശുശ്രൂഷയ്ക്ക്, സഭയുടെ പ്രഘോഷണത്തിന് സഹായകനായിട്ടാണ് പരിശുദ്ധാത്മാവ് നൽകിയത്. CCCയുടെ 797 അതിങ്ങനെയാണ്: നമ്മുടെ അവയവങ്ങൾക്ക് നമ്മുടെ ആത്മാവ് എന്തായിരിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിന് നമ്മുടെ ആത്മാവ് എന്താണ്? അത് നമ്മൾ വസിക്കുന്ന ആത്മാവാണല്ലോ. ആ ആത്മാവ് നമുക്ക് എന്താണോ അതുതന്നെയാണ് ക്രിസ്തുവിന്റെ അവയവങ്ങൾക്ക്, അതായത് സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന് പരിശുദ്ധാത്മാവ്. അതാണ് 797 പാരഗ്രാഫിന്റെ ആദ്യ വാചകം. അതാണ് നമ്മുടെ അവയവങ്ങൾക്ക് നമ്മുടെ ആത്മാവ് എന്തായിരിക്കുന്നു അതുതന്നെയാണ് ക്രിസ്തുവിന്റെ അവയവങ്ങൾക്ക്. എന്നിട്ട് വിശദീകരിക്കുകയാണ് ഇട്ടിട്ട്, അതായത് സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന് പരിശുദ്ധാത്മാവ്. സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. സഭയാകുന്ന ക്രിസ്തു ശരീരത്തിന്റെ ആത്മാവാണ്. അത് ചുമ്മാ ഒരു ഫ്രീലാൻസർ ആയിട്ടുള്ള ആത്മാവല്ല, ആരോട് വേണം സംസാരിക്കും, ആരുടെ അടുത്തും പോകുന്ന ഒരു ആത്മാവല്ല. സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരുസഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവാണ്. കൈവെപ്പ് വഴി പകർന്നു നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവാണ്. ആ ആത്മാവിന്റെ ദൗത്യം തന്നെ സഭയെ പടുത്തുയർത്തുക എന്നുള്ളതാണ്. വരങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ, കൊറിന്തോസ് ലേഖനത്തിലൊക്കെ വരങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വരങ്ങളുടെ പർപ്പസ് തന്നെ എന്താണ്? സഭയെ പടുത്തുയർത്തലാണ്. സഭയെ പടുത്തുയർത്താൻ വേണ്ടിയാണ് വരങ്ങൾ നൽകുന്നത്. അതായത് സഭയുടെ ആത്മാവ് സഭയെ വളർത്താനായിട്ട് നടന്ന ശ്രമങ്ങളാണ് വരദാനങ്ങൾ പോലും. അപ്പോ ഈ ആത്മാവ് അത് സഭയുടെ ആത്മാവാണ്. അതുകൊണ്ട് വചനം വായിക്കണമെങ്കിൽ, വചനം വ്യാഖ്യാനിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് സഭയോടുള്ള ബന്ധമാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സഭയോടുള്ള ബന്ധമാണ്. തിരുസഭയെ സ്നേഹിക്കുക എന്ന് പറയുന്നതാണ് വചനം വായിക്കാനും വ്യാഖ്യാനിക്കാനുമുള്ള ഫസ്റ്റ് കണ്ടീഷൻ. ഈ സൂത്രമില്ലാതെ നിങ്ങളുടെ കയ്യിൽ ഒരു വിശുദ്ധ ഗ്രന്ഥമുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി ഡെഡ് ലെറ്റേഴ്സ്. പരിശുദ്ധാത്മാവിനോട് ബന്ധമില്ലാതെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന മേഖലയാകുന്ന തിരുസഭയോട് ബന്ധമില്ലാതെ, തിരുസഭയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ അറിയാതെ, ആ തിരുസഭയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനോട് കൂട്ടുചേരാതെ ബൈബിൾ എടുത്ത് വായിച്ചാൽ അത് ഒരു കഥപുസ്തകം എടുത്ത് വായിക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യാസവും ആരിലും ഉണ്ടാക്കില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കാം. പരിശുദ്ധാത്മാവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട്, അതായത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സഭയെ നിരാകരിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശരീരമാകുന്ന പരിശുദ്ധാത്മാവ്, അതായത് ഈ ആത്മാവിന്റെ ശരീരമാണ് ഈ ശരീരം എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിന്റെ ശരീരം എന്ന് വേണം വിളിക്കാം. പരിശുദ്ധാത്മാവ് ഉൾച്ചേർന്നിരിക്കുന്ന ശരീരമാകുന്ന സഭയെ കൂടാതെ ബൈബിൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ്, ഭോഷത്തരമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വിശദമായ കാര്യകാരണങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു. സഭയ്ക്കാണ് വചനം നൽകപ്പെട്ടിരിക്കുന്നത്, സഭയുടേതാണ് വചനം. വചന സഭയ്ക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്, സഭയുടേതാണ് വചനം. നമ്മൾ തൊട്ട് മുമ്പത്തെ ഭാഗത്ത് വായിച്ചില്ലേ, വചനം അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കണം, കാലഘട്ടത്തിന്റെ സംസ്കാരത്തിന്റെയും ഒക്കെ പ്രത്യേകതകൾ അറിയണം എന്ന് പറഞ്ഞില്ലേ. വചനം എങ്ങനെയാണ്, എന്തിനാണ്, എവിടെയാണ് രേഖപ്പെടുത്തപ്പെട്ടത് എന്നറിഞ്ഞാലേ അതിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഓർക്കുക. എന്തിനു വേണ്ടിയാണ് ബൈബിൾ രേഖപ്പെടുത്തപ്പെട്ടത് തന്നെ? ഉദാഹരണത്തിന് സുവിശേഷങ്ങൾ എഴുതി അല്ലെ, ഈശോ ആരോടും എഴുതാൻ കൽപ്പിച്ചില്ല. ഈശോ പഠിപ്പിച്ചു, പോയി പ്രഘോഷിക്കുമെന്നാണ് ഈശോ പറഞ്ഞതുപോലും. പോയി എഴുതുമെന്നല്ല പറഞ്ഞത്, പോയി പ്രഘോഷിക്കുമെന്ന് മാത്രമേ ഈശോ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ അങ്ങനെ പറഞ്ഞ ഈശോ, അല്ലെങ്കിൽ സുവിശേഷം പ്രഘോഷിക്കാൻ മാത്രം പറയുകയും എഴുതി വയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാത്ത ഈശോ, അത് ഈ അപ്പസ്തോലന്മാർ പിന്നീട് എഴുതി, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾ അതിൽ എഴുതി. എന്തിനു വേണ്ടിയായിരിക്കും എഴുതിയത്? പ്രൊട്ടസ്റ്റന്റുകാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്? ഭാവിയിൽ ആരും എടുത്ത് വ്യാഖ്യാനിക്കട്ടെ എന്ന് വിചാരിച്ചാണ്? നോ. എന്തിനു വേണ്ടിയാണ് എഴുതിയത്? എഴുതിയതിന്റെ ഇമ്മീഡിയറ്റ് പർപ്പസ് എന്തായിരുന്നു അറിയാം? പരിശുദ്ധാത്മാവ് എഴുതിപ്പിക്കാൻ സഹായിച്ചതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പർപ്പസ് എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന എൻ്റെ ഓർമ്മ എന്താണത്? അത് അവരുടെ കൂട്ടായ്മകളിൽ വായിക്കാനായിരുന്നു. അവർ ബലിയർപ്പിക്കാൻ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ വായിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ രേഖപ്പെടുത്തിയത്. ഏറ്റവും ആദ്യം രേഖപ്പെടുത്തിയ ഇമ്മീഡിയറ്റ് കോണ്ടസ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്. അതിന് ദൂരവ്യാപകമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്, പക്ഷെ വളരെ ഇമ്മീഡിയറ്റ് റീസൺ എന്ന് പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇവര് യഹൂദരുടെ ഒക്കെ പാരമ്പര്യത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അവരൊക്കെ യഹൂദരുടെ സിനഗോഗുകളിലൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ അവർ പ്രാർത്ഥിക്കും, സങ്കീർത്തനങ്ങൾ ആലപിക്കും, പിന്നെ വിശുദ്ധ ഗ്രന്ഥം വായിക്കും. സങ്കീർത്തനം വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ്, വായിക്കും.
അങ്ങനത്തെ ഒരു അവസരത്തിലാണ് ഈശോ സിനഗോഗിൽ, തന്റെ പട്ടണത്തിൽ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് വന്നു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം നൽകപ്പെട്ടു. ചുരുൾ നിവൃത്തി അവൻ വായിക്കാൻ തുടങ്ങി. അടിച്ചമർത്തപ്പെട്ട ഒരു സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് വായിക്കാൻ തുടങ്ങി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊരു പാരമ്പര്യമായിരുന്നു. അപ്പോ അതിന്റെ തുടർച്ചയെന്നോണം ആദിമസഭയൊക്കെ ഒരുമിച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പം ഈശോയെക്കുറിച്ച് വായിക്കണം എന്ന് അവരാഗ്രഹിച്ചു. അവരുടെ ആ പ്രാർത്ഥനയും അവരുടെ ആ ദാഹവും കണ്ട പരിശുദ്ധാത്മാവ് വചനം രേഖപ്പെടുത്തി അവർക്ക് നൽകി. ഇനി ഈ ലേഖനങ്ങൾ തന്നെ നോക്കുക. ഈ ലേഖനങ്ങൾ പോലും എഴുതിയിട്ട് അയക്കുമ്പോൾ അതിനകത്ത് പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഇത് വായിച്ച ശേഷം ലൗദിക്കയിലെ സഭയിൽ വായിക്കണം, അപ്പുറത്തെ സഭയിൽ വായിക്കണം എന്നൊക്കെ പറഞ്ഞ് ഓരോ സഭകളിൽ പോയി വായിക്കണം എന്നുകൂടെ അതിന് കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. സഭകൾക്ക് എഴുതുന്ന ലേഖനങ്ങൾ എന്ന് പറഞ്ഞിട്ട്, സഭകൾക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞിട്ട് വെളിപാട് പുസ്തകത്തിന്റെ ആരംഭ ഭാഗത്ത് നമ്മൾ കാണും, വിവിധ സഭകൾക്ക്. അപ്പൊ ആ സഭകളിൽ വായിക്കപ്പെടുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും വായിക്കാനും ധ്യാനിക്കാനും ഒക്കെ ആയിട്ടാണത് ആദ്യം രേഖപ്പെടുത്തുന്നത്. ഒരു പ്രൈമറി കോണ്ടെക്സ്റ്റ് തന്നെ, വചനം രേഖപ്പെടുത്തുന്നതിന്റെ ഒരു പ്രൈമറി കോണ്ടെക്സ്റ്റ് തന്നെ ലിറ്റർജിക്കലായിരുന്നു. അവരുടെ ആരാധനാ കൂട്ടായ്മയിൽ വായിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ കോണ്ടെക്സ്റ്റ് അറിയാതെ സുവിശേഷത്തെ എടുക്കുന്ന ഒരാൾക്ക് അത് ഒരു പുസ്തകമായിരിക്കില്ലേ? സഭയുടെ ആരാധനയ്ക്ക് വേണ്ടി ആരാധനാ സമൂഹം ഒരുമിച്ച് കൂടുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയാണത് എഴുതിയതെന്ന് പോലും അറിയാത്ത ഒരു പ്രൊട്ടസ്റ്റന്റുകാരൻ, പെന്തക്കോസ്റ്റൽക്കാരന് അത് ചുമ്മാ ഒരു പുസ്തകമാണ്. അവന്റെ ഭാവനയ്ക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയോ ആളെ കൂട്ടുകയോ അല്ലെങ്കിൽ ഒരു സംഘത്തെ രൂപീകരിച്ചോ കൊണ്ടു നടക്കുകയോ ചെയ്തു. പക്ഷെ പലപ്പോഴും അവർ നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും, ഈശോയെ പ്രഘോഷിക്കുന്നതൊക്കെ ആഗ്രഹിച്ചിട്ടുമായിരിക്കും. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? അത് പതുക്കെ ഗ്രാജുവലി ഇവഞ്ച്വലി അത് ഡെഡ് ലെറ്റേഴ്സ് ആയിട്ട് മാറും. കാരണം പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ മാത്രമേ, അതായത് അതിന്റെ രചയിതാവായ സഭയുടെ ആത്മാവിന്റെ വെളിച്ചത്തിൽ മാത്രമേ വചനം വായിക്കാവൂ എന്നുള്ളതാണ് അതിന്റെ കാര്യം. സഭയുടെ ആത്മാവിന്റെ വെളിച്ചത്തിൽ വേണം ബൈബിൾ വായിക്കാൻ എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു മൂന്ന് പ്രധാനപ്പെട്ട തത്വങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാണ്. മൂന്ന് പ്രധാനപ്പെട്ട തത്വങ്ങൾ, മൂന്നെണ്ണം പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ ശ്രമിക്കാം. മൂന്ന് പ്രധാനപ്പെട്ട വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാന തത്വങ്ങൾ ആണ് ഇനി കേൾക്കാൻ പോകുന്നത്. ഇത് നിർബന്ധമായും നമ്മൾ കാണാതെ പഠിക്കണം, അല്ലെങ്കിൽ എഴുതി സൂക്ഷിക്കണം. അത് എവിടെ ബൈബിൾ വായിച്ചിട്ടൊരു ഭാഗം പറയാൻ തുടങ്ങിയാൽ പോലും ഇത് ഓർത്തിരിക്കണം, ഈ മൂന്ന് തത്വങ്ങൾ. ഒന്നാമത്തെ തത്വം എന്താണ്? വിശുദ്ധ ഗ്രന്ഥം മുഴുവന്റെയും സമഗ്രതയിലും ഏകദാനതയിലും ശ്രദ്ധ പതിപ്പിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഗ്രന്ഥം മുഴുവന്റെയും ഉള്ളടക്കത്തിലും ഏകദാനതയിലും എന്ന് പറഞ്ഞാൽ അതിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഇന്റഗ്രിറ്റിയിൽ, സമഗ്രത, അതിന്റെ പൂർണ്ണതയിലും അതിന്റെ കണ്ടന്റിലും അതിന്റെ ഉള്ളടക്കത്തിലും ശ്രദ്ധ പതിപ്പിക്കണം എന്നുള്ളതാണ് അതിന്റെ. എന്റെ വിശദീകരണം ഞാൻ വിശദീകരിക്കാം. കാരണം ബൈബിളിലെ പുസ്തകങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ബൈബിളിന്റെ പ്രതിപാദനത്തിൽ ഐക്യം കാണാൻ കഴിയും. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഈ ഐക്യത്തിന് ആധാരം ദൈവിക പദ്ധതിയുടെ ഐക്യമാണ്. പ്രസ്തുത പദ്ധതിയുടെ കേന്ദ്രവും ഹൃദയവും യേശുക്രിസ്തു തന്നെയാണ്. അവിടുത്തെ പെസഹായ്ക്ക് ശേഷമാണ് ഹൃദയം തുറക്കപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വായിച്ചു. എന്താണ് ഇതിന്റെ കാര്യം? ഒന്നാമത്തേത്, വിശുദ്ധ ഗ്രന്ഥം മുഴുവന്റെയും ഐക്യത്തിൽ ശ്രദ്ധ കൊടുക്കണം എന്നതാണ്. എന്താണ് അതിന്റെ അർത്ഥം? വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് ആർക്കും വ്യാഖ്യാനിക്കാൻ പറ്റില്ല. പലപ്പോഴും അങ്ങനെ ചെയ്യുന്നു. ഒരു ടെക്സ്റ്റിന്റെ ഒരു ഭാഗം എടുത്തു, ഒരു വാചകം അങ്ങ് എടുത്തു, എന്നിട്ട് അതങ്ങ് വ്യാഖ്യാനിക്കും. അത് ഒരിക്കലും ശരിയായൊരു നടപടിയല്ല, ശരിയായൊരു നിലപാടല്ല. അതിന്റെ സമഗ്രതയിലായി. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഒരാള് ബൈബിൾ തുറന്നിട്ട് വായിക്കുവാണ്, ഈശോ അത്തിവൃക്ഷത്തെ ശപിച്ചു. പിറ്റേ ദിവസം ഇവർ വന്നപ്പോൾ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയിരിക്കുന്നതായി അവർ കണ്ടു. എന്നിട്ട് ഒരാൾ വ്യാഖ്യാനിക്കുകയാണ്, കർത്താവിന് അത്തിവൃക്ഷത്തെ ശപിക്കാമെങ്കിൽ ആ ശപിക്കൽ ദൈവം ചെയ്തതായതുകൊണ്ട് അതിന് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. കർത്താവ് തന്നെ ശപിച്ചെങ്കിൽ നമ്മളും ശപിച്ചെന്നോർത്ത് കുഴപ്പമില്ല, ഒരു അടിയന്തര സാഹചര്യത്തിൽ ശപിച്ചെന്നോർത്ത് കുഴപ്പമില്ല എന്ന് ഒരാൾ വ്യാഖ്യാനിക്കുന്നു. വേറൊരാൾ വ്യാഖ്യാനിക്കുകയാണ്, കർത്താവിൽ വിശ്വസിക്കുന്ന ഒരാൾ ശപിച്ചാലും അതുപോലെ തന്നെ അത്തിവൃക്ഷം എന്നല്ല, അതിപ്പോ തെങ്ങാണേലും കരിഞ്ഞു പോകും എന്ന് വേറൊരാൾ വ്യാഖ്യാനിക്കുന്നു. ഇനി മൂന്നാമതൊരാൾ വ്യാഖ്യാനിക്കുകയാണ്, ഈശോ കാര്യം വലിയ ഡയലോഗൊക്കെ അടിക്കുമായിരുന്നു, വലിയ പുണ്യമൊക്കെ പറയായിരുന്നു, പക്ഷെ തനിക്കൊരു പഴം പറിച്ച് തിന്നേണ്ട ആവശ്യം വന്നപ്പം അത് കിട്ടാത്തപ്പം ഇങ്ങനെ കെറുവിച്ചിട്ട് അതിനെ അങ്ങ് ശപിച്ചാണ്, എന്നിട്ടാവുന്ന വലിയ പുണ്യം പറയുന്നത് എന്ന് മറ്റൊരാൾക്ക് വ്യാഖ്യാനിക്കാം. ഇത്തരം വ്യാഖ്യാനങ്ങൾ അവിടെ ചെന്ന് നിൽക്കും എന്നാലോചിച്ച് നോക്കുക. എന്താണ് ഇവിടുത്തെ കുഴപ്പം? ഇവിടുത്തെ കുഴപ്പം ഈ സമഗ്രതയിലുള്ള പഠനം വരാത്തതാണ്, അഥവാ സമഗ്രതയിലുള്ള വ്യാഖ്യാനത്തിന്റെ അഭാവമാണ്. എന്താണത്? ഈശോയുടെ ഈ ഒരു പ്രവൃത്തി, ഈശോ അത്തിവൃക്ഷത്തെ ശപിച്ചു എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഒറ്റപ്പെട്ട ഒരു കാര്യമായിട്ട് എടുത്താൽ കൺഫ്യൂഷൻ ഉണ്ടാകും. പകരം എന്ത് ചെയ്യണം? ഇവിടെ ഈ സമഗ്രത എന്താന്ന് പറയാൻ വേണ്ടിയാണ്. സുവിശേഷത്തിൽ അനാവൃതമാകുന്ന മിശിഹായുടെ ക്യാരക്ടർ എന്താണെന്ന് അന്വേഷിക്കും. സുവിശേഷത്തിന്റെ ആരംഭ അവസാനത്തിൽ വെളിപ്പെടുന്ന ഈശോയുടെ സ്വഭാവം എന്താണ്? വാട്ട് കൈൻഡ് ഓഫ് എ ക്രൈസ്റ്റ് ഇസ് ഇൻ സ്ക്രിപ്ചർ
ഇതാണ് ചോദ്യം. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കർത്താവ് കാരുണ്യത്തിന്റെ അങ്ങ് മൂർത്തിഭാവമാണ്. കുഷ്ഠരോഗിയുടെ അടുത്ത് പോകാതെ ഇങ്ങനെ ആളുകളെ പോലെയല്ല, അടുത്ത് ചെല്ലുകയും തൊടുകയും ചെയ്യുന്നവനാണ്, ചേർത്ത് പിടിക്കുന്നവനാണ്, പാപിയെ ചേർത്ത് പിടിക്കുന്നവനാണ്, പാപം ചെയ്തിട്ട് സകലരും കല്ലെറിയാൻ പോകുമ്പോഴും ചേർത്ത് പിടിക്കുന്നവനാണ്. ഇനി അപ്പസ്തോലന്മാര് വിശന്നിട്ട് നിയമം ലംഘിച്ചുകൊണ്ട്, അന്നത്തെ അവർ നിയമം ലംഘിച്ചുകൊണ്ട് ധാന്യം പറിച്ച് നെതിച്ച് തിന്നുമ്പോഴും അതിന്റെ കൂട്ടത്തിൽ പങ്കുചേരാതിരിക്കുന്ന മിശിഹായാണ്. ഈശോ അത് സ്വീകരിച്ചിരുന്നില്ല. അപ്പസ്തോലന്മാർ സ്വീകരിച്ചെന്ന് പറഞ്ഞിട്ട് കഴിച്ചെന്ന് പറഞ്ഞിട്ടാണല്ലോ അവർ ഈശോയുടെ അടുത്ത് പോയി പരാതി പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഈശോ, തൻ്റെ കാര്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു ഈശോ, അപ്പസ്തോലന്മാർക്ക് ശിഷ്യന്മാർക്കും ലോകത്തിനും വേണ്ടി ജീവിച്ച ഈശോ, കാരുണ്യത്തിന്റെ മകുടമായ ഈശോ. അപ്പൊ പിന്നെ ഇതെങ്ങനെ ശരിയാകും? സുവിശേഷത്തിൽ ആകമാനം കാണുന്ന ഈശോയുടെ ക്യാരക്ടറിനോട് ഈ കാര്യം ചേർന്ന് പോകുന്നില്ല. അപ്പോ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുക്കണം. എന്താണത്? അങ്ങനെയാണെങ്കിൽ ഈശോയുടെ മൊത്തത്തിലുള്ള ക്യാരക്ടറിനോട് ചേർന്ന് പോകുന്ന എന്തെങ്കിലും അർത്ഥമായിരിക്കണം ഈ അത്തിവൃക്ഷത്തെ ശപിച്ചതിനും ഉണ്ടായിരിക്കുക എന്നെങ്കിലും ആദ്യം ആലോചിക്കണം. പിന്നീടാണ് അതിന്റെ ശരിക്കുള്ള കാരണം എന്താണ് എന്ന് പറയണം. ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. നിങ്ങൾ ചോദ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ അവിടെ ഒരു ഭാഗം, ഒറ്റപ്പെട്ട ഭാഗം മാത്രമായിട്ട് എടുത്ത് വ്യാഖ്യാനിച്ചാൽ വഴിതെറ്റും എന്നാണ് അതിന്റെ അർത്ഥം. അതൊരു വാചകമാകട്ടെ, ഒരു ഭാഗമാകട്ടെ, ഒരു 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 ഏരിയ ആവട്ടെ, ഏതു തന്നെയായിരുന്നാലും അത് അപൂർണമായി പോകും. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കേണ്ടത് അതിന്റെ സമഗ്രതയിലാണ്, അതിന്റെ ഇന്റഗ്രിറ്റിയിലാണ്, അതിന്റെ ടോട്ടാലിറ്റിയിലാണ്. വിശുദ്ധ ഗ്രന്ഥത്തെ അതിന്റെ പൂർണ്ണതയിൽ എടുക്കാതെ വ്യാഖ്യാനിക്കാൻ പാടില്ല. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അന്തസത്തയെ ആകമാനം എടുക്കാതെ അതിന്റെ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. ഇതാണ് ആ പ്രിൻസിപ്പിൾ. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യാവസാനമുള്ള സന്ദേശത്തിന്റെ പൂർണ്ണതയെ, സമഗ്രതയെ, ടോട്ടാലിറ്റിയെ പരിഗണിക്കാതെ അതിനെ അവഗണിച്ചുകൊണ്ട് വചനം വ്യാഖ്യാനിക്കാൻ പാടില്ല എന്നാണ്. വചനം വ്യാഖ്യാനിക്കണമെങ്കിൽ ഈ സമഗ്രത വിലക്കെടുക്കണം, ഈ സമഗ്രത പരിഗണിക്കണം, ഈ സമഗ്രതയെ മാനിക്കണം എന്നതാണ്. കാരണം എന്താണ്? കാരണം വിശുദ്ധ ഗ്രന്ഥം ഓരോരോ പുസ്തകങ്ങളായിട്ടാണ് രചിക്കപ്പെട്ടതെങ്കിലും, അത് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലാണ് രചിക്കപ്പെട്ടതെങ്കിലും, ദർസ് എ ത്രെഡ് ഓഫ് കണ്ടിന്യൂറ്റി. അതിനകത്ത് രക്ഷാ സന്ദേശത്തിന്റെ ഒരു ഐക്യമുണ്ട്, ഒരു രക്ഷാ സന്ദേശത്തിന്റെ തുടർച്ചയുണ്ട്, വളർച്ചയുണ്ട്, പൂർത്തീകരണമുണ്ട്. അപ്പൊ ഈ തുടർച്ചയും വളർച്ചയും പൂർത്തീകരണവുമുള്ള ആ രക്ഷാചരിത്രം ഇങ്ങനെ ഒഴുകി പരന്ന് ആദ്യ പുസ്തകം മുതൽ അവസാന പുസ്തകം വരെ നിറഞ്ഞു കിടക്കുന്നതിന്റെ വെളിച്ചത്തിൽ വേണം ഒരു കാര്യത്തെ വ്യാഖ്യാനിക്കാൻ. നമ്മളാണെ പോലും അങ്ങനെ ചെയ്യുക. ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ കേൾക്കുമെന്ന് ചോദിച്ചു, അവൻ അങ്ങനെ ചെയ്യാൻ വഴിയില്ലല്ലോ, അവനെ എനിക്ക് അറിയാവുന്നതല്ലേ, അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് നമ്മൾ പറയും. കാരണം എന്താ? നമ്മൾ അയാളുടെ നമുക്ക് പരിചയമുള്ള ഇന്ന് വരെയുള്ള ലൈഫിന്റെ ടോട്ടാലിറ്റി എടുക്കും, എന്നിട്ടാണ് ആ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തെ സംബന്ധിച്ചും ഈ തത്വം പാലിക്കപ്പെടണം. വിശുദ്ധ ഗ്രന്ഥം ഒരിക്കലും ഒരു കുഞ്ഞു ഭാഗം എടുത്തിട്ട് അപ്പേന്ന് വ്യാഖ്യാനിക്കാനുള്ളതല്ല. പകരം അതിന്റെ സമഗ്രതയോട്, ടോട്ടാലിറ്റിയോട് ചേർത്ത് വെച്ച് വേണം വായിക്കാൻ, ടോട്ടാലിറ്റിയോട് കണക്ട് ചെയ്തുകൊണ്ട് വേണം വായിക്കാൻ. അപ്പോഴാണ് ഇതിന്റെ അർത്ഥം പോലും നമുക്ക് മനസ്സിലായി തുടങ്ങുള്ളൂ എന്നതാണ് എൻ്റെ കാര്യം. അപ്പൊ അതാണ് എൻ്റെ. ഇനി അടുത്തത് എന്താണ്? അടുത്തത് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഇതാണ്: സഭ മുഴുവന്റെയും സജീവ പാരമ്പര്യത്തിൽ ബൈബിൾ വായിക്കണം. സഭ മുഴുവന്റെയും സജീവ പാരമ്പര്യത്തിൽ, ഇൻ ദ ലിവിങ് ട്രഡീഷൻ ഓഫ് ദ ചേർച്ച്. സ്ക്രിപ്ചർ ഹാസ് ടു ബി ഇന്റർപ്രറ്റഡ് വിതിൻ ദ ലിവിങ് ട്രഡീഷൻ ഓഫ് ദ ചേർച്ച്. സഭയുടെ സജീവ പാരമ്പര്യത്തിൽ, സജീവം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിക്കുന്ന പാരമ്പര്യം, ലിവിങ് ട്രഡീഷൻ എന്നാണ്. എന്താണ് അങ്ങനെ ഒരു പരാമർശം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് സഭയുടെ പാരമ്പര്യത്തെ വിളിക്കുന്ന പാരമ്പര്യം എന്നല്ല, ലിവിങ് ട്രഡീഷൻ എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? സഭ ഇസ് എ ലിവിങ് റിയാലിറ്റി. തിരുസഭ എന്ന് പറയുന്ന ഒരു ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്, ജീവിക്കുകയും വളരുകയും ഒക്കെ ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സഭയുടെ പാരമ്പര്യവും സ്റ്റാഗ്നന്റ് അല്ല. എന്ന് പറഞ്ഞാൽ തിരുസഭയുടെ പാരമ്പര്യം പണ്ട് നടന്നിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ചില മതങ്ങളെ സംബന്ധിച്ചാണ് അന്ന് എഴുതപ്പെട്ടൊരു പുസ്തകം, അതാണ് നമ്മുടെ പാരമ്പര്യം. അങ്ങനെയല്ല. സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് സജീവമാണ്. അത് മിശിഹായിൽ നിന്ന് സ്വീകരിക്കുകയും അപ്പസ്തോലന്മാരിലൂടെ കൈമാറ്റം ചെയ്യുകയും ആ സഭാപിതാക്കന്മാരിലൂടെ വ്യാഖ്യാനിക്കപ്പെടുകയും വിശുദ്ധരിലൂടെ ജീവിക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് അത് വീണ്ടും വീണ്ടും കാലാനുസൃതമായി വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന പാരമ്പര്യമാണത്. വളർന്നുകൊണ്ടിരിക്കുന്ന പാരമ്പര്യം, സജീവമായ പാരമ്പര്യമാണ്. അതുകൊണ്ട് സഭയുടെ മുഴുവന്റെയും സജീവ പാരമ്പര്യത്തിനകത്ത് നിന്ന് ബൈബിൾ വ്യാഖ്യാനിക്കും. എന്ന് വെച്ചാൽ
സഭയുടെ പാരമ്പര്യത്തെ മാറ്റി നിർത്തിയാൽ പിന്നെ ബൈബിൾ വ്യാഖ്യാനമില്ല. അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തിയിട്ട് നടത്തുന്ന വ്യാഖ്യാനങ്ങൾ ബൈബിൾ വ്യാഖ്യാനമായി മാറില്ല. അത് ചുമ്മാ ഒരു ടെക്സ്ച്വൽ ക്രിറ്റിസിസം ആയിട്ട് മാറും. ഒരു ടെക്സ്ച്വൽ ക്രിറ്റിസിസം ആയിട്ട് മാറും. ഈ കാരണത്താലാണ് പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് മാർപ്പാപ്പ ഈ ഹിസ്റ്റോറിക്കോ ക്രിട്ടിക്കൽ മെത്തേഡ് എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനത്തിന്റെ വളരെ പ്രസിദ്ധമായ, ഒത്തിരി ഈ സ്ക്രിപ്ചറൽ എക്സജിറ്റുകളുടെയോ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതന്മാരുടെയോ ഒക്കെ ഇടയിൽ വളരെ പരിചിതമായിരിക്കുന്ന ഒരു ആധുനിക കാലഘട്ടത്തിലെ ബൈബിൾ പഠനത്തിന്റെ ഒരു വൻ സംഭാവനയെന്നോ അല്ലെങ്കിൽ അതിന്റെ ഒരു വൻ പ്രചോദക സോഴ്സ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഹിസ്റ്റോറിക്കോ ക്രിട്ടിക്കൽ മെത്തേഡ്, ചരിത്രാത്മക വ്യാഖ്യാനമെന്നോ ചരിത്രാത്മക നിരൂപണം എന്നൊക്കെ വിളിക്കുന്ന ഒരു മേഖലയുണ്ട്. ഈ മേഖലയൊക്കെ പഠിക്കുന്നവർ കുറച്ചുകൂടെ കൂടുതൽ അതിനെക്കുറിച്ച് അറിയായിരിക്കും. ടെക്സ്റ്റോ ക്രിറ്റിസിസം എന്നതിനെ വിളിക്കും. ഹിസ്റ്റോറിക്കോ ക്രിട്ടിക്കൽ മെത്തേഡ് എന്നാണ് ഇതിന്റെ ഒരു അതിന്റെ ശരിക്കുള്ള പേര്. ഇത് ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ ഒരു വലിയൊരു സോഴ്സ് ആയിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ അവതരിക്കപ്പെട്ട ഈശോയെക്കുറിച്ച്, ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വചനത്തെക്കുറിച്ച്, ആ ചരിത്രത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഒക്കെ പഠിക്കുന്ന ഒരു ശ്രമമാണ്. ഇതൊരു വലിയ വിഷയമാണ്, എനിക്ക് പെട്ടെന്ന് പറയാൻ പറഞ്ഞു തീരില്ലല്ലോ. അതാണ് അതിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയാം. അങ്ങനെ ഒരു പഠന രീതിയുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് പഠിക്കുന്ന ഹിസ്റ്റോറിക്കോ ക്രിട്ടിക്കൽ മെത്തേഡ്, ചരിത്രാത്മക നിരൂപണം, വ്യാഖ്യാനം, അങ്ങനെ ഒരു കാര്യം. ഇത് വളരെ പോപ്പുലറായി മാറി. പ്രത്യേകിച്ച് ഒരു ഈ ലാറ്റിൻ അമേരിക്കയിലൊക്കെ വളർന്നു വന്ന ലിബറേഷൻ തിയോളജിയുടെ ഒക്കെ പശ്ചാത്തലത്തിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്തു. ധാരാളം ഗ്രന്ഥങ്ങൾ ഇതിന്റെയൊക്കെ വെളിച്ചത്തിൽ എഴുതപ്പെട്ടു. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനങ്ങൾ ധാരാളം ഉണ്ടായി. പക്ഷേ ഇത് നന്നായി ഉപയോഗിക്കുകയും കൂടി ചെയ്യുന്ന ഒരാളാണ് പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് മാർപ്പാപ്പ. പക്ഷെ മാർപ്പാപ്പ എടുത്തു പറയാറുള്ള ഒരു കാര്യം എന്നറിയാമോ? ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക്കൽ മെത്തേഡ് ഒരു കൊള്ളാവുന്ന ടൂളാണ്. അത് ഈശോയെക്കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ച്, അതിന്റെ രചനാ സംവിധാനത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ ഉപയോഗിക്കാവുന്ന കൊള്ളാവുന്ന ഒരു ടൂളാണ്. പക്ഷേ അതിനെ വിവേകത്തോടെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് വലിയ വഴിതെറ്റലിലേക്ക് നമ്മെ നയിക്കും എന്ന് പറഞ്ഞാൽ ബെനഡിക്റ്റ് മാർപ്പാപ്പ അത് ഉപയോഗിക്കുമെങ്കിലും അത് ഞങ്ങൾ സൈഡിലോട്ട് അങ്ങ് മാറ്റി വയ്ക്കുമായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? കാരണം എത്രയേ ഉള്ളൂ, ഒരു ഹിസ്റ്റോറിക്കോ ക്രിട്ടിക്കൽ മെത്തേഡിന് ചരിത്രത്തിൽ ജീവിച്ച ഈശോ എന്ന ആളെക്കുറിച്ച് പറയാൻ പറ്റും. ആ ആളെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകത്തിന്റെ രചനാശൈലിയെക്കുറിച്ചും അതിന്റെ ഉള്ളർത്ഥങ്ങളെക്കുറിച്ചും ഒക്കെ പറയാൻ പറ്റും. പക്ഷേ ദൈവപുത്രനായ മിശിഹായെക്കുറിച്ച് പറയാൻ അത് പോരാ. ദൈവപുത്രനായ മിശിഹായെക്കുറിച്ച് പറയാൻ അത് പോരാ. മിശിഹ ദൈവമാണ് എന്ന് പറയാൻ ഹിസ്റ്റോറിക്കോ ക്രിട്ടിക്കൽ മെത്തേഡ് പോരാ. പകരം എന്താണ് ആവശ്യമുള്ളത്? സഭയുടെ ഫെയ്ത്ത് ആണ് ആവശ്യമുള്ളത്. അതാണ് ഇതിന്റെ കാര്യം. വചനത്തെ വ്യാഖ്യാനിക്കാൻ ഉപയോഗിക്കേണ്ട ഏറ്റവും സങ്കീർണമായ ടൂൾ, അതിനുപയോഗിക്കേണ്ട ഏറ്റവും നല്ല ഉപകരണം ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക്കൽ മെത്തേഡോ മറ്റ് സാങ്കേതിക വ്യാഖ്യാന മാർഗങ്ങളോ അല്ല, ഫെയ്ത്ത് ഓഫ് ദ ചേർച്ച്. ഇതൊരു ഭയങ്കര പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങളൊക്കെ സെമിനാരിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ പോലും വളരെ പ്രചാരത്തിൽ നിന്നിരുന്ന ഒരു പല വ്യാഖ്യാന മേഖലകളിൽ ഒന്നാണ് ടെക്സ്ച്വൽ ക്രിറ്റിസിസം. അത് വേണ്ടതാണ്, നമ്മൾ ഇതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പറയുമേ. ടെക്സ്ച്വൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ കഥാ അപഗ്രഥന രീതി എന്ന് പറയുന്നതൊക്കെ അതിന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാറൊക്കെയുണ്ട്. അതിൻ്റെയൊക്കെ വളരെ പ്രശസ്തരായ കമന്റേറ്റേഴ്സ് ഒക്കെ മലയാളത്തിൽ തന്നെ, കേരള സഭയിൽ തന്നെ ഉണ്ട്. അത് നല്ലതാണ്, മോശമാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ രചനാ സംവിധാനത്തെ ആസ്പദമാക്കി സുവിശേഷത്തെ വ്യാഖ്യാനിക്കുന്നു. അതിന്റെ പ്രൊട്ടഗോണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കഥികനാകുന്ന സുവിശേഷകാരൻ, ശ്രോതാക്കളാകുന്ന നമ്മൾ, അത് സംസാരിക്കുന്ന ക്രിസ്തു, അതിന്റെ കാലഘട്ടം, അത് നമ്മോട് സംസാരിക്കും, ഇങ്ങനെ തുടങ്ങുന്ന വിധത്തിൽ ഇതിനെ അവതരിപ്പിക്കുന്ന ഒരു വ്യാഖ്യാന ശൈലിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നയാൾ വല്ലാതെ ഫാസിനേറ്റഡ് ആവും. ഞാനൊക്കെ ഇത് പഠിച്ചുകൊണ്ട സമയത്ത് ഇതിനാൽ ഭയങ്കരമായി ഉത്തേജിതനായിട്ടുണ്ട്. ഭയങ്കര ഇങ്ങനെ അങ്ങോട്ട് സന്തോഷഭരിതനായിട്ട്, ഇത് കൊള്ളാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നീട് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതൊക്കെ ചുമ്മാ ആവേശം തരാൻ കൊള്ളാവുന്ന പഠനങ്ങൾ മാത്രമാണ്. അതായത് അതൊക്കെ നമ്മൾ ചുമ്മാ ഒരു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ആവേശഭരിതനാക്കാൻ കൊള്ളാം. അല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര ആസ്വാദനത്തിന്റെ മേഖലകളാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ സാഹിത്യ നിരൂപണങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? സാഹിത്യ സദസ്സുകളൊക്കെ നടക്കുകയല്ലേ? അവിടെയൊക്കെ ആളുകൾ പോയിരുന്നിട്ട് ഈ സാഹിത്യ കൃതിയെക്കുറിച്ചൊക്കെ ഭയങ്കരമായി സംസാരിക്കുകയല്ലേ? കേട്ടിരിക്കാൻ നല്ല രസമാണ്. ഞാനിഷ്ടം പോലെ കേട്ടിട്ടുമുണ്ട്. കേൾക്കാൻ നല്ല രസമാണ്, പക്ഷെ വലിയ പ്രയോജനമൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ കുഴപ്പം. എന്താണ് എൻ്റെ കാരണം ഇത് ചുമ്മാ ഒരു സാഹിത്യരൂപമല്ല,
എടുത്ത് ചുമ്മാ സാഹിത്യ വിശദീകരണം നടത്താനും സാഹിത്യ വ്യാഖ്യാനം നടത്താനും. എന്നാൽ അത് ആവശ്യമുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി അതുകൊണ്ട് മാത്രം പ്രയോജനം ഉണ്ടാവില്ല. അത് കേൾക്കുന്ന ഒരാൾക്ക് എന്താ മനസ്സിലാകാവുന്നത്? കൊള്ളാം, നല്ലൊരു സാഹിത്യ രൂപം, ഇത്രയേ മനസ്സിലാവുള്ളൂ. അതിന്റെ അപ്പുറത്ത് ഇതെന്റെ ജീവിതത്തിന്റെ വിഷയമാണെന്നും ഇതെന്റെ കർത്താവായ മിശിഹ എന്നോട് സംസാരിക്കുന്നതാണെന്നും അറിയണമെങ്കിൽ അത് പോരാ. അവിടെ എന്തു വേണം? അവിടെ നമ്മൾ ഇപ്പൊ വായിച്ച കാര്യം വേണം. സഭ മുഴുവന്റെയും സജീവ പാരമ്പര്യത്തിൽ, വിശ്വാസ പാരമ്പര്യത്തിൽ വചനം വായിക്കണം. ഇതാണ് സകല പ്രൊട്ടസ്റ്റന്റുകാർക്കും വരുന്ന കുഴപ്പം. പ്രൊട്ടസ്റ്റന്റുകാർക്ക് അല്ലെങ്കിൽ സെക്റ്റുകൾക്കുണ്ടാകുന്ന കുഴപ്പം എന്നാണ്, അവരും ബൈബിൾ വായിക്കുന്നുണ്ട്, അവരും വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ അവർ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് വചനം രേഖപ്പെടുത്തപ്പെട്ട തിരുസഭയുടെ സജീവ പാരമ്പര്യത്തിനകത്ത് നിന്നുകൊണ്ടല്ല, അതിന് പുറത്ത് ചാടിയിട്ടാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്. അങ്ങനെ പുറത്ത് ചാടിയിട്ട് ഒരാൾക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും? അല്ലെ, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു സാധാരണ കാര്യം പോലും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ദസ്തയേവ്സ്കിയുടെയോ ടോൾസ്റ്റോയുടെയോ ഒരു പുസ്തകം ആ കൾച്ചറിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത ഒരാൾക്ക് മനസ്സിലാക്കാനേ പറ്റില്ല. എന്നതുപോലെ തിരുസഭയുടെ ഗ്രന്ഥത്തെ തിരുസഭയ്ക്ക് പുറത്തു നിന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. ഇതാണ് അതിന്റെ പ്രശ്നം. അതുകൊണ്ട് ഇനി അടുത്തത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിങ്ങനെയാണ്: സഭാപിതാക്കന്മാരുടെ അഭിപ്രായം അനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടത് മുഖ്യമായും സഭയുടെ ഹൃദയത്തിലാണ്, അല്ലാതെ കടലാസു രേഖകളിലല്ല. ഇതാണ് അതിന്റെ കാര്യം. വചനം എഴുതപ്പെട്ടത് അത് കടലാസിലല്ല. എന്ത് മനോഹരമായ വാചകമാണ് നോക്കി. ഞാൻ എപ്പോഴും അത് പല സ്ഥലത്ത് ഞാൻ സംസാരിക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ എടുത്തു പറയാറുള്ള ഒരു കാര്യമാണ്. ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തപ്പെട്ടത് ചുമ്മാ കടലാസിലും തോൽച്ചുരുളിലും അല്ല, പകരം എവിടെയാണ്? സഭയുടെ ഹൃദയത്തിലാണ് എന്നതാണ്. സഭയുടെ ഹൃദയത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് സഭാപിതാക്കന്മാർ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. വചനം രേഖപ്പെടുത്തപ്പെട്ടത് എന്ന് കാണാമെന്ന് പറഞ്ഞു നോക്കിയേ. വചനം രേഖപ്പെടുത്തപ്പെട്ടത് കടലാസ രേഖകളിലല്ല, പകരം സഭയുടെ ഹൃദയത്തിലാണ്. ഇറ്റ്സ് റിട്ടൺ വിതിൻ ദ ഹാർട്ട് ഓഫ് ദി ചർച്ച്. സഭയുടെ ഹൃദയത്തിലാണ് അത് എഴുതിയത്, അല്ലാണ്ട് കുറെ പേപ്പറിൽ എഴുതിയതല്ല. സഭയുടെ ഹൃദയത്തെ അറിയാത്ത ഒരാൾക്ക് അത് വായിക്കാൻ പറ്റില്ല. സഭയുടെ ഹൃദയത്തിലേക്ക് വരാതെ ഒരാൾക്കത് മനസ്സിലാക്കാനും പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ അല്ലാതെ വായിക്കുന്നവർക്കൊക്കെ കടലാസിൽ എഴുതപ്പെട്ട പുസ്തകമാണ് കിട്ടുക. സഭയെ സ്നേഹിക്കുന്നവർക്ക് സഭയുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ട മിശിഹായുടെ ജീവിതത്തെ കിട്ടും. മിശിഹായുടെ ജീവിതത്തെ കിട്ടും. അവർക്ക് കടലാസിൽ എഴുതപ്പെട്ട മിശിഹായെക്കുറിച്ച് എഴുതപ്പെട്ട വിവരണം കിട്ടും. സഭയുടെ ഹൃദയത്തിലായിരിക്കുന്നവർക്ക് ഈശോയുടെ ജീവിതത്തെ കിട്ടും എന്നതാണ് ഇതിന്റെ വ്യത്യാസം. കാരണം സഭ അവളുടെ പാരമ്പര്യത്തിൽ ദൈവവചനത്തിന്റെ ജീവൽ സ്മരണ പുലർത്തുന്നു. സഭ അവളുടെ ജീവിതത്തിൽ വചനത്തിന്റെ സജീവ സ്മരണ, ജീവൽ സ്മരണ പുലർത്തുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആധ്യാത്മിക വ്യാഖ്യാനം സഭയ്ക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് സഭയുടെ ആത്മാവാണ്. അതുകൊണ്ടാണ് ആ ആത്മാവ് തരുന്ന വ്യാഖ്യാനം സഭയുടെ ഹൃദയത്തിൽ നിന്ന് സ്വീകരിച്ചാലേ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനം നടക്കൂ എന്ന് പറയുന്നത്. ഇത് ഞാൻ സമയമില്ലാത്തതിന് ഷോർട്ടായിട്ട് പറയുകയാണ്. മൂന്നാമത്തെ കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ സാധർമ്മ്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം. വിശ്വാസ സാധർമ്മ്യം എന്ന് പറയുന്നതാണ് വിശ്വാസ സത്യങ്ങൾക്ക് അവയ്ക്കുള്ളിലും തമ്മിലുമുള്ള ബന്ധമാണ് ഈ സാധർമ്മ്യം. അതായത് വിശ്വാസ രഹസ്യങ്ങൾ, ഡോക്ട്രിൻസ്, അവയ്ക്ക് തമ്മിൽ ബന്ധമുണ്ട്. ഒരു ഡോക്ടറിന് മറ്റൊരു ഡോക്ടറിനെ കോൺട്രഡിക്റ്റ് ചെയ്യില്ല. ഇപ്പൊ ഉദാഹരണത്തിന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവം എന്ന് പറയുന്ന ഡോക്ടറിൻ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കന്യാത്വം എന്ന് പറയുന്ന ഡോക്ടറിനെ കോൺട്രഡിക്റ്റ് ചെയ്യില്ല. എന്നതുപോലെ ത്രിത്വത്തെക്കുറിച്ചുള്ള ഡോക്ടറിൻ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഡോക്ടറിനെ കോൺട്രഡിക്റ്റ് ചെയ്യില്ല. ഇവ തമ്മിലൊരു ബന്ധമുണ്ട്. സഭയുടെ സത്യവിശ്വാസത്തിന്റെ എല്ലാ രഹസ്യങ്ങളും, എല്ലാ വിശ്വാസ സത്യങ്ങളും, അവയുടെ ന്യൂആൻസസും ഇന്റർ കണക്റ്റഡ് ആണ്. അതിനെ വിളിക്കുന്ന പേര് നെക്സസ് ഡോക്ട്രിനോസ് എന്നാണ്. നെക്സസ് എന്ന് പറഞ്ഞ കണക്ഷൻ. ഈ ഡോക്ട്രിൻസ് തമ്മിൽ ഒരു പ്രത്യേകതരം കണക്ഷൻ ഉണ്ട്. ഒരു കെട്ടിടത്തിന്റെ ഇഷ്ടികകൾ തമ്മിലുള്ള കണക്ഷൻ പോലെയാണത്. ഇതിങ്ങനെ ചേർന്ന് കൃത്യമായിട്ടിരിക്കും. ഒരെണ്ണം ഊരിയ എല്ലാം കൂടി താഴെ വീഴും. അങ്ങനെ തമ്മിൽ താങ്ങി നിർത്തുന്ന പരസ്പര ബന്ധിതമായ കണക്ഷനാണ് ഈ ഡോക്ട്രിൻസ് തമ്മിലുള്ളത്. അതുകൊണ്ട് ഇതിന്റെ
പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം സുവിശേഷം വായിക്കാൻ. സഭയുടെ പ്രബോധനങ്ങളിലൂടെ, വിശ്വാസ നിക്ഷേപത്തിലുള്ള സഭയുടെ പ്രബോധനങ്ങളുടെ സാധർമ്മ്യത്തിൽ, അതിന് വിളിക്കുന്ന പേര് വിശ്വാസ സാധർമ്മ്യം എന്നാണ് മലയാളം. വിശ്വാസ സാധർമ്മ്യം. അതിനകത്ത് ശ്രദ്ധ വയ്ക്കണം. ഈ വിശ്വാസ സാധർമ്മ്യത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കാൻ എന്നതാണ് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വ്യാഖ്യാനത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ചാണ്. അതായത് വാച്യാർത്ഥം, ആധ്യാത്മികാർത്ഥം, പ്രതീകാത്മാർത്ഥം, ധാർമ്മികാർത്ഥം, ഇങ്ങനെ തുടങ്ങുന്ന വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനത്തിന്റെ വിവിധ തലങ്ങളിലുള്ള അർത്ഥ തലങ്ങളെക്കുറിച്ച്, വ്യാഖ്യാന സാധ്യതാ മേഖലകളെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. ഇപ്പൊ നമുക്ക് ഈ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ഓർത്തു വയ്ക്കാം. ഒന്ന്, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കത്തിലും അതിന്റെ ടോട്ടാലിറ്റിയിലും ഇന്റഗ്രിറ്റിയിലും ശ്രദ്ധ പതിപ്പിക്കണം. 2, വചനം എഴുതപ്പെട്ടിരിക്കുന്നത് കടലാസിലല്ല, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേപ്പറുകളിലല്ല, പകരം സഭയുടെ ഹൃദയത്തിലാണ് എന്ന കാര്യത്തിൽ. അതുകൊണ്ട് സഭയുടെ സജീവ പാരമ്പര്യത്തിൽ, ലിവിങ് ട്രഡീഷനിൽ വേണം വചനം വായിക്കാൻ, മനസ്സിലാക്കാൻ എന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് വിശ്വാസ സാധർമ്മ്യം, ഈ വിശ്വാസ രഹസ്യങ്ങൾ തമ്മിലുള്ള ഇന്റർ കണക്റ്റഡ്നെസ്, അതിന്റെ പശ്ചാത്തലത്തിൽ, അഥവാ ഇവ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ബന്ധത്തിനകത്ത് നിന്നുകൊണ്ട് വേണം വചനം വായിക്കാൻ. എന്ന് പറഞ്ഞാൽ ബൈബിൾ അല്ലെങ്കിൽ ഇതെന്താ അങ്ങനെ പറഞ്ഞ, ഇവിടെ എന്താ എങ്ങനെ പറഞ്ഞ എന്ന് തോന്നും. ഇതിന്റെ കണക്ഷനകത്ത് നിന്ന് വേണം വായിക്കാൻ എന്ന കാര്യമെങ്കിലും അടിസ്ഥാനപരമായി ഓർത്തുകൊണ്ട് വേണം നമ്മൾ ബൈബിൾ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നീട് പല സമയത്ത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറ്റുവാണെങ്കിൽ ചെയ്യാം. നമുക്ക് തൽക്കാലം ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഫാദർ, എനിക്ക് ചെറിയൊരു ഡൗട്ട് കുറച്ച് ദിവസമായിട്ട് ഉള്ളതാണ്. നമ്മൾ ഈ ചില സുവിശേഷങ്ങൾ പറയുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവിനെതിരായ പാപം അല്ലെങ്കിൽ ദൂഷണം പൊറുക്കപ്പെടുകയില്ല. യേശുക്രിസ്തു എല്ലാ പാപത്തിനും വേണ്ടി മരിച്ചപ്പോ എന്തുകൊണ്ട് കർത്താവ് ആ ഒരു കോണ്ടെസ്റ്റിൽ അങ്ങനെ പറഞ്ഞു? അപ്പൊ അങ്ങനെ പറഞ്ഞു പോയ വ്യക്തികള്, അങ്ങനെയുള്ള വ്യക്തികൾക്ക് അതൊരു നിരാശയിലേക്ക് പോകുന്ന ഒരു അവസരമല്ലേ? ശരിക്കും അതിനെ കുറിച്ച് സഭ എന്താ പഠിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല, പുത്രനെതിരായി പറഞ്ഞാൽ പോലും ക്ഷമിക്കപ്പെടുന്നൊക്കെ പറയുമ്പോൾ ഇതെന്ത് പരിപാടിയാണ് എന്ന് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും. കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുല്യരായ ദൈവിക വ്യക്തികളാണ്. പരിശുദ്ധാത്മാവിനോടുള്ള ദൂഷണം മാത്രം ക്ഷമിക്കപ്പെടില്ല, ബാക്കിയുള്ളവരൊക്കെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ലേ, അങ്ങനെയാണോ എന്നൊക്കെ ആളുകൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. എന്താണ് ഇതിന്റെ ഉള്ളിലെ അർത്ഥം? അതിന്റെ അർത്ഥം ഇതാണ്: പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന തെറ്റുകൾ കൂടുതൽ ഗൗരവമുള്ളത് എന്നല്ല അതിന്റെ അർത്ഥം. പകരം പാപമോചനത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്ന നമുക്ക് പിടിയിട്ടും, സഭയെ നയിക്കുന്നത്, ഒരു വ്യക്തിയെ നയിക്കുന്നത്, വിശുദ്ധീകരിക്കുന്നതും ഒക്കെ പരിശുദ്ധാത്മാവാണ്. എന്ന് വെച്ചാൽ പാപത്തിൽ നിന്ന് ഒരാളെ രക്ഷിക്കുന്നതും വിശുദ്ധീകരിക്കുന്നതും പാപമോചനം നൽകുന്നതും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. ഒരാൾ ആ പാപമോചനം തരുന്ന പരിശുദ്ധാത്മാവിനെ തന്നെ തള്ളിക്കളഞ്ഞാൽ പിന്നെ ആൾക്ക് അതെങ്ങനെ കിട്ടും? അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ എതിരെ പ്രവർത്തിക്കുന്ന ആൾക്കോ, പരിശുദ്ധാത്മാവിനെ തന്നെ തള്ളിക്കളയുന്ന ഒരാൾക്കോ എന്താ പറയാ, പാപമോചനം സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ശരിയായ ഒരു അർത്ഥം അത്രയേ ഉള്ളൂ. നമ്മളെ വിശുദ്ധീകരിക്കുന്നതും നയിക്കുന്നതും പരിശുദ്ധാത്മാവായിരിക്കെ അതിനെ തള്ളിക്കളയുന്ന ഒരാൾക്ക്, ഇപ്പൊ ഉദാഹരണത്തിന് ഒരാള് വെള്ളത്തിൽ ഇങ്ങനെ എന്താ പറയാ താഴ്ത്തോട്ട്, ഒരു പാലത്തിൽ നിന്ന് താഴ്ത്തോട്ട് വീണിട്ട് കിട്ടിയൊരു വള്ളിയെ തൂങ്ങിക്കിടക്കുക, ആ ആള് ആ വള്ളിയെ തള്ളിക്കളഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അല്ലെ? ആ ആൾ അവിടെ നിന്ന് ബാക്കി എന്നാ കാണിച്ചാലും കുഴപ്പമില്ല, ആ വള്ളിയെ പറിച്ച് കളയാതിരുന്ന, അല്ലെങ്കിൽ ആ കയർ മുറിച്ച് കളയാതിരുന്ന നിനക്ക് രക്ഷപ്പെടാം എന്ന് പറയില്ലേ? എന്നതുപോലെ പരിശുദ്ധാത്മാവ് ഇനി സഭയെ നയിക്കുന്ന എന്തുമാത്രം ഗൗരവമായിട്ടാണ്, നമ്മൾ എന്തുമാത്രം പരിശുദ്ധാത്മാവിന്റെ ഹിതത്തോട് ചേർന്ന് നിൽക്കണം എന്നതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഈശോ ഉപയോഗിക്കുന്ന ഒരു ഭാഷാ ശൈലിയാണ്. അപ്പൊ ഇത് പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുമ്പം ഇതൊരു കമ്പാരിറ്റീവ് ലാംഗ്വേജ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, സാഹിത്യ രൂപങ്ങളും ഭാഷാ ശൈലികളും ഒക്കെ പരിഗണിക്കുമെന്ന് പറയില്ലേ. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ബലി വേണ്ടല്ലേ എന്നല്ല അതിന്റെ അർത്ഥം. ബലിയെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ അതിനേക്കാൾ അല്ലെങ്കിൽ അതുപോലെ കരുണയും കാണണം എന്ന് ഈശോ പറഞ്ഞു വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്പാരിറ്റീവ് ലിറ്റററി സ്റ്റൈലാണത്. അതുപോലെയാണ് പരിശുദ്ധാത്മാവിനെതിരെ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും ഈശോ പിതാവ് പുത്രനെ അയച്ചു, പുത്രൻ പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുകയാണ്. ആ പരിചയപ്പെടുത്തലിനകത്ത് അതിന്റെ ഒരു സൂപ്പർലേറ്റീവ് ഫോമിൽ പരിശുദ്ധാത്മാവിനെ അവതരിപ്പിക്കുന്നതാണ് ശരിക്കും അത്. ഇനി അതിന്റെ കോൺക്രീറ്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. പാപമോചകനായ പരിശുദ്ധാത്മാവിനെ തന്നെ തള്ളിക്കളഞ്ഞാൽ പിന്നെ ആര് നിനക്ക് പാപാവബോധം തരും, പാപമോചനം തരും എന്നാണ്. ഞാൻ അച്ഛനെ ഇത് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ നാട്ടിൽ നിന്ന് ഈ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന്റെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉള്ള പുസ്തകം വാങ്ങിച്ചു. അപ്പൊ മലയാളം പുസ്തകം അത് അച്ഛൻ വായിക്കുമ്പം ഇന്നൊക്കെ ആണെങ്കിലും പറഞ്ഞപ്പോ എനിക്ക് അത് എക്സാക്ട്ലി സെയിം തന്നെയാണ്. പക്ഷെ ഞാൻ ഇംഗ്ലീഷിന്റെ ഈ ബുക്ക് അതൊരു ഓസ്റ്റിൻ ഫ്ലാനറി
കോപ്പി എഴുതിയതാണ്. അതിന് 2 വോളിയം 1ഉം 2ഉം ഉണ്ട്. അതെനിക്ക് ഈ ബുക്കുമായിട്ട് ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. അച്ഛന് പുസ്തകം കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. അതായത് 2 ചുവന്ന പുസ്തകങ്ങളല്ലേ, നീലയായിരിക്കും. ഒന്ന് ചുമല ഒന്ന് നീല. അതായത് ഇത് അതിനകത്ത് കമന്ററിയോട് കൂടിയ ട്രാൻസ്ലേഷനൊക്കെ ആയിരിക്കുമേ. അതുകൊണ്ടൊക്കെയാണ് നമുക്കത് നേരെ എക്സാക്ട് ട്രാൻസ്ലേഷൻ കാണാത്തത്. നമുക്കത് നേരെ കിട്ടണമെങ്കിൽ എളുപ്പമായിട്ട് ചെയ്യാവുന്നത് നെറ്റിൽ നിന്ന് വായിക്കാം. വത്തിക്കാൻ.വായിൽ കയറിയിട്ട് ദൈവോർബം എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ കുറച്ചല്ലേ ഉള്ളൂ. നമുക്ക് ചുമ്മാ പ്രിന്റ് എടുത്താലും മതി ഇംഗ്ലീഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇനി ഇത് ഒറിജിനലി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരുപക്ഷെ ഇറ്റാലിയനിലോ ലാറ്റിനിലോ ഒക്കെ വായിക്കാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ പരിഭാഷകൾക്ക് എപ്പോഴും കുറവുകളുണ്ടാവും. നമ്മളൊരു മലയാളം കോഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഈ മലയാളം പുസ്തകത്തിൽ തന്നെ അങ്ങോട്ട് പിടിച്ചു നിൽക്കുന്നത്, കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ആളുകൾക്ക് ഇതിന്റെ ഭാഷയുടെ പ്രത്യേകതകളും കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാകാൻ വേണ്ടി നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഒരുവിധം നല്ല ട്രാൻസ്ലേഷനാണ് ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ധൈര്യത്തിലും കൂടിയാണ് ഞാൻ മലയാളം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇംഗ്ലീഷ് ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടുള്ള സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ എന്ന് പറയുന്ന ബുക്ക് മേടിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഫ്ലാനറിയുടേത് കുറച്ചുകൂടെ എക്സ്പ്ലനേറ്ററിയാണ്. അതുകൊണ്ടാണ് നേരിട്ട് ഇംഗ്ലീഷിലെ ടെക്സ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്ന ടെക്സ്റ്റുകൾ കിട്ടും, മേടിക്കാൻ കിട്ടും. അതെ അതെ അതെ, അതൊരു പഠന ഗ്രന്ഥമായിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പക്ഷെ അപ്പോഴും ഇതിനൊക്കെ ഒത്തിരി ഒരു സഭാത്മക വ്യാഖ്യാനത്തിന്റെ അഭാവം ഈ പറഞ്ഞതിനകത്തൊക്കെയാണ്. അദ്ദേഹമൊക്കെ വളരെ 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 വലിയ പണ്ഡിതന്മാരാണ്. പക്ഷെ എന്നാലും ഒരു സഭാത്മക വ്യാഖ്യാനത്തിന്റെ ഒക്കെ പരിമിതികൾ ഇതിനകത്തൊക്കെ കാണും. ഞാൻ പലരും ഈ സെൽഫോണിന് ബൈബിൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. അതൊരു ശരിയായ ഒരു ഇതാണോ എന്നുള്ളതാണ്. ശരിയായതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഔദ്യോഗിക വായനകൾക്കും ഒക്കെ വിശുദ്ധ ഗ്രന്ഥം തന്നെ ഉപയോഗിക്കുന്ന, അത് വിശുദ്ധ ഗ്രന്ഥമാണല്ലോ. അപ്പൊ അത് വിശുദ്ധമായി സൂക്ഷിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം തന്നെ കൊണ്ടു നടക്കുന്നതും വായിക്കുന്നതും ഒക്കെയാണ് നല്ലത്. എന്നാൽ അതൊരെണ്ണം കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനോ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനോ കുറ്റമൊന്നും പറയേണ്ട കാര്യമില്ല. അത് നമുക്കിപ്പോൾ ഒരു യാത്രയിൽ വായിക്കാനോ ഒരു പെട്ടെന്ന് റെഫറൻസ് നോക്കാനോ ഒക്കെ അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഈ വളരെ വളരെ സ്ക്രൂപ്ലെസ് ആയിട്ടോ മെറ്റിക്കുലസ് ആയിട്ടോ ഒക്കെ നോക്കുവാണെങ്കിൽ കണ്ണി കണ്ട സാധനം എല്ലാം വാരി വെച്ചിരുന്ന ഫോട്ടോയെല്ലാം എടുക്കുന്ന ഒരു ഡിവൈസിനകത്ത് വിശുദ്ധ ഗ്രന്ഥം ക്യാരി ചെയ്യുന്നത് എങ്ങനെയുണ്ടാകും എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ ഒരു സതുദ്ദേശത്തിൽ ഒരാൾ അങ്ങനെ ചെയ്യുന്നതിനെ മാനിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് നമ്മളൊരു യാത്രയിൽ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും വിശുദ്ധഗ്രന്ഥം കൊണ്ടു നടക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം, ഇല്ലെന്നുണ്ടെങ്കിൽ അതെങ്കിലും ഉണ്ടല്ലോ എന്ന് സമാശ്വസിക്കാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് വായിക്കാൻ, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിനെ സെർച്ച് ചെയ്യാനൊക്കെ, ഇപ്പൊ POCD ആണെങ്കിൽ ഒരു ഭാഗത്തെ സെർച്ച് ചെയ്യാനൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ അവർ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഉപയോഗങ്ങൾക്ക് അതെടുക്കാൻ, അതുപോലെ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്തെടുക്കാൻ, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അതുകൊണ്ട് ഉപയോഗിക്കുന്നവരെ തടസ്സപ്പെടുത്തുമൊന്നും വേണ്ട. പക്ഷെ ഒരിക്കലും ഫോൺ നോക്കിയിട്ട് പള്ളിയിൽ വായിക്കാൻ നിൽക്കരുത്, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഫോൺ എടുത്തിട്ട് ആപ്പ് തുറന്നിട്ട് വായിക്കാൻ നിൽക്കരുത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം അതിന്റെ ആദരവ് സംരക്ഷിച്ചുകൊണ്ട് തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന്, ആ പുസ്തകത്തിൽ നിന്ന് തന്നെ എടുത്ത് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വചനം ഒരു പുസ്തകത്തിനും അതീതമാണ്, പക്ഷെ പുസ്തകം അതിന്റെ റെഫറൻസ് സൂക്ഷിക്കാവുന്നതാണ്. ഒന്ന് ഈ വ്യാഖ്യാനത്തെ കുറിച്ചാണ്. ഒന്ന് ആളുകൾ ഇങ്ങനെ വചനം എടുത്ത് വ്യാഖ്യാനിക്കുന്ന കാര്യത്തെ പറ്റി പറഞ്ഞു. പക്ഷെ എന്റെ അനുഭവത്തിൽ എനിക്ക് ഒരു വചനം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ബോധ്യം എനിക്ക് ഉള്ളിൽ തോന്നിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അത് പ്രാക്ടിക്കലി എനിക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവും. ഈ ഇങ്ങനെ പണ്ഡിതന്മാരായിട്ട് കരുതപ്പെടുന്ന ആളുകൾ, വ്യത്യസ്തരായ ആളുകൾ ഒരു വചനം തന്നെ 2 വിധത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ അപ്പോ അതൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോ പഠിച്ചു വ്യാഖ്യാനിക്കുന്നതും ഈ ബോധ്യത്തിൽ വ്യാഖ്യാനിക്കുന്നതും തമ്മിലുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടല്ലോ. അപ്പോ അച്ഛൻ പറഞ്ഞല്ലോ. അതായത് ഒന്നാമത്തേത് ഈ വ്യാഖ്യാനത്തിന്റെ പല മേഖലകളെ കുറിച്ച് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാനിരിക്കുന്നു പറഞ്ഞു. ധാർമ്മിക അർത്ഥത്തെക്കുറിച്ച്, സനാതനാർത്ഥത്തെക്കുറിച്ച്, പ്രതീകാത്മാർത്ഥത്തെക്കുറിച്ചൊക്കെ. അപ്പം എല്ലാത്തിനും ഒരു സ്പിരിച്വൽ മീനിങ്ങും കൂടെയുണ്ട്. അതായത് വിശുദ്ധഗ്രന്ഥത്തിന്റെ ഓരോ ഭാഗവും എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു, ഞാൻ എങ്ങനെ ചെയ്യണം എന്ന് തുടങ്ങുന്ന ഒരു പേഴ്സണൽ സ്പിരിച്വൽ മീനിങ് കൂടെയുണ്ട്. കാരണം വചനം എപ്പോഴും നമ്മളോട് തന്നെയാണ് സംസാരിക്കുന്നത്, നമ്മളെന്ന വ്യക്തിയോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ വചനം വായിച്ചിട്ട് അച്ഛൻ വ്യാഖ്യാനിക്കുമ്പോഴൊക്കെ നമ്മുടെ ജീവിതബന്ധമായിട്ട് അതിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ തന്നെ തെറ്റല്ല. പക്ഷേ അതിനുവേണ്ടിയുള്ളതാണ് വചനം എന്ന് വിചാരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ കാര്യം. അത് ഒരു തലമാണ്. പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് പഠിച്ചിരിക്കണം.
അല്ലാണ്ട് ഏത് ഭാഗം എടുത്തിട്ട് ഞാൻ എനിക്ക് തോന്നിയതുപോലെ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു, എനിക്കത് അനുഭവിക്കാൻ പറ്റി. ചിലപ്പോൾ അതേ കാര്യം വേറെ ആൾക്ക് മറ്റൊരു അനുഭവമായിരിക്കും. എക്സ്പീരിയൻസുകളുടെ പ്രത്യേകത, എക്സ്പീരിയൻസ് ക്യാൻ കം ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ ഞാൻ ബൈബിൾ വായിക്കുന്ന സമയത്ത് എനിക്കൊരു അപകട സൂചനയുള്ള ഒരു വചനഭാഗം കിട്ടി. എനിക്കെന്നൊരു ആക്സിഡന്റും ഉണ്ടായി. ഞാൻ ഇതിനെ കോറിലേറ്റ് ചെയ്യാം. അതിലിപ്പോൾ അത് ദൈവവചനത്തിന്റെ ഭാഗമായിരിക്കണമെന്നില്ല. അപ്പൊ അത് അങ്ങനെ എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം പരസ്പരം ബന്ധിപ്പിക്കാനോ മാത്രം അതിനു വേണ്ടിയുള്ളതല്ല. പക്ഷെ ഒരാൾക്ക് നല്ല ആത്മീയജീവിതം നയിക്കുന്ന ഒരാൾക്ക് അയാളുടെ ജീവിതത്തെ, ധാർമ്മിക ജീവിതത്തെ, വിശ്വാസ ജീവിതത്തെ ഒക്കെ നയിക്കാൻ വേണ്ടിയുള്ളതാണ് വചനം. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ അർത്ഥം എൻ്റെ ഒരു സ്വകാര്യ ഉപയോഗത്തിന് എന്നെ ഗൈഡ് ചെയ്യുന്ന, എനിക്ക് തീരുമാനം എടുക്കാൻ സഹായിക്കുന്ന പോലത്തെ ഒരു വചനഭാഗം എടുക്കുന്നു, ഞാനത് വായിക്കുന്നു, ഞാൻ അങ്ങനെ ചെയ്യുന്നു, അതല്ല അതിന്റെ പർപ്പസ്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം അടിസ്ഥാനപരമായി വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കണ്ടന്റ് എന്താണ്, അതിന്റെ ഉദ്ദേശം എന്താണ്, വിശുദ്ധ ഗ്രന്ഥകാരന്മാരുടെ ഉദ്ദേശം എന്താണ്, അത് നൽകുന്ന സഭാത്മക പ്രബോധനം എന്താണ് എന്ന് ഗ്രഹിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതനുസരിച്ച് സഭാജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി വായിക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ സംസാരിക്കും. ചിലപ്പോൾ നമ്മുടെ തെറ്റുകൾ വെളിപ്പെടുത്തും, നമ്മളെ ശാസിക്കും, നമ്മളെ പ്രചോദിപ്പിക്കും, നമ്മുടെ വഴികളെക്കുറിച്ച് പുതിയ ദിശാബോധം തരും. അതൊക്കെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പക്ഷെ അപ്പോഴൊക്കെ നമുക്കൊരു വെരിഫിക്കേഷന്റെ ആവശ്യം വരും. അത് സഭയാണ്. ഞാനത് പിന്നീട് അതിനെക്കുറിച്ച് ഒന്നുകൂടെ പറയും. എനിക്ക് വചനം വായിച്ചപ്പം അച്ഛാ ഇങ്ങനെ ചെയ്യാൻ തോന്നി എന്ന് പോയി ചോദിക്കണം. എന്നിട്ട് അത് വെരിഫൈ ചെയ്തിട്ടാണ് അതിന്റെ പ്രാക്ടിക്കബിലിറ്റിയിലോട്ട് പ്രവേശിക്കാവൂ. അതൊക്കെ വളരെ എന്താ പറയാ, ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനത്തിന്റെ അർത്ഥത്തിന്റെ ഏറ്റവും മുകളിലുള്ള മേഖലകളൊന്നുമല്ല. അത് നമുക്ക് അത്ര പരിചയമില്ലാതിരിക്കുമ്പോൾ നമ്മൾ വളരെ സാധാരണ ആളുകൾ ഉപയോഗിച്ചു പോകുന്ന വിധത്തിൽ പലപ്പോഴും നമ്മളിത് ഒത്തിരി സ്വാധീനിക്കുന്നത് പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങളിൽ നിന്നും, സാധാരണ ഒത്തിരി വളരെ സ്പിരിച്വൽ എന്ന് കരുതുന്ന ആളുകളുടെ വചനത്തെ അവതരിപ്പിക്കുന്ന വിധത്തിൽ നിന്നൊക്കെയാണ് നമ്മൾ അങ്ങനെ കരുതാൻ ഇടവരുന്നത്. പക്ഷെ ആത്യന്തികമായി വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ വിധത്തിലാണ്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് നമ്മൾ അതിന്റെ ആധ്യാത്മിക അർത്ഥത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അപ്പൊ അത് കുറച്ചുകൂടെ വ്യക്തമാകും. രണ്ടാമത്തെ, ഒരു കാര്യത്തെ രണ്ട് വിധത്തിൽ വ്യാഖ്യാനിക്കുന്നു. രണ്ട് കാര്യം വ്യാഖ്യാനിക്കുന്നതിന് കുഴപ്പമില്ല, കോൺട്രഡിക്ടറി ആയിട്ട് വ്യാഖ്യാനിക്കാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും വരുത്തുമില്ല. അങ്ങനെയാണ് ആ വ്യാഖ്യാനത്തിന് തെറ്റുണ്ടെന്നാണ് അർത്ഥം. അതായത് ഒരു ഭാഗം ഇങ്ങനെയും പറഞ്ഞു എന്നിട്ട് അതേ ഭാഗം ഉപയോഗിച്ച് തിരിച്ചും പറഞ്ഞെങ്കിൽ, അതിനൊരു ഉദാഹരണം പറയാനുണ്ടെങ്കിൽ ഞാനത് വ്യക്തമാക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ഇതിൽ ഒരിക്കലും അത് സാധ്യമല്ല. പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സസൈസിനകത്ത് സാധ്യമാവില്ല. കാരണം ഈശോ അവതരിപ്പിക്കുന്ന ആ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അല്ലെങ്കിൽ ആ ടെക്സ്റ്റിന്റെ ഒരു ഇന്റഗ്രിറ്റിയിലുള്ള മീനിങ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യമെല്ലാം പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥം മുഴുവന്റെയും സമഗ്രതയിൽ വായിക്കണം, സഭയുടെ സജീവ പാരമ്പര്യത്തിൽ വ്യാഖ്യാനിക്കണം, അതിന്റെ ഡോക്ടൻസിന്റെ നെക്സസിനകത്ത് വായിക്കണം. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനെ കോൺട്രഡിക്ഷൻ ഉണ്ടാവുകയില്ല. അങ്ങനെ അല്ലാതെ ആരെങ്കിലും ഒക്കെ ഒരു കാര്യത്തെ ഇങ്ങനെയും ആ കാര്യത്തെ തന്നെ മറ്റൊരു വിധത്തിലും പറയുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവരുടെ അജ്ഞതയായിരിക്കും, അല്ലെങ്കിൽ നമുക്കതിന് കോൺട്രഡിക്ടറി ആയിട്ട് തോന്നിയതായിരിക്കാം. അങ്ങനെയൊക്കെ വരാം. ഏതൊരു പ്രോപ്പർ എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ അതിപ്പോ പറയുകയും ചെയ്യാം കേട്ടോ. അച്ഛൻ അച്ഛൻ്റെ പ്രബോധനമൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്കൊരു ചോദ്യം ചോദിക്കേണ്ട. പലരും ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്, കത്തോലിക്ക സഭയിൽ നമ്മൾ അപ്പം മാത്രം കുർബാനയ്ക്ക് കൊടുക്കുന്നു, വീഞ്ഞ് മുക്കി കൊടുക്കുന്നില്ല. അത് എന്ന് വെച്ചാൽ ചില സ്പെഷ്യൽ ഒക്കേഷൻസിൽ കൊടുക്കുന്നു, ആൾക്കാർ കുറവുള്ളപ്പോൾ കൊടുക്കുന്നു. അത് ശരിക്കും ബിബ്ലിക്കലാണോ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പല കാര്യം നമ്മൾ ബിബ്ലിക്കലാണോ എന്ന് ചോദിച്ചാൽ ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ എന്നാണ് അർത്ഥമെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം തന്നെ പ്രസക്തമാണ്. ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞോളാം. അതായത് സഭയിൽ എഴുതപ്പെട്ടിരിക്കുന്ന, സഭയിലുള്ള ജീവിതത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റിയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലോട്ട് രേഖപ്പെടുന്നത്. അതായത് റെവലേഷൻ എന്ന് പറഞ്ഞ വൈഡർ റിയാലിറ്റിയുടെ അകത്തുള്ളതാണ് ഈ സ്ക്രിപ്ചർ. അപ്പൊ അതൊരു വചനാധിഷ്ഠിതമാണെന്ന് ചോദിച്ചാൽ സഭാത്മകമാണോ, കർത്താവ് ആഗ്രഹിക്കുന്നതാണോ, ശരിയാണോ എന്നൊക്കെ ആയിരിക്കും അർത്ഥം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതിനെക്കുറിച്ച് പറയാം. അതായത് വിശുദ്ധ കുർബാനയുടെ രണ്ട് സ്പീഷീസ്, ഞാൻ നേരത്തെ ആൻസർ ചെയ്തിട്ടില്ല ചോദ്യത്തിന്. രണ്ട് സ്പീഷീസ്, അതായത് അപ്പത്തിന്റെ സാദൃശ്യത്തിലും വീഞ്ഞിന്റെ സാദൃശ്യത്തിലും, അഥവാ ശരീരരക്തങ്ങളുടെ സാദൃശ്യത്തിൽ, ഇത് രണ്ടും ഈശോയുടെ ശരീരം എന്നുള്ള നിലയ്ക്ക് പൂർണ്ണമാണ്. നമ്മൾ കരുതുന്നത് പോലെ ഈശോയുടെ മാംസത്തിന്റെ ഒരു കഷ്ണവും ചോരയുടെ ഒരു കഷ്ണവുമല്ല, തുള്ളിയുമല്ല. പകരം ഈശോയുടെ ഉദ്ധിത ശരീരമാണ് ഈ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതമാകുന്നത്. ഉദ്ധിത ശരീരമാണ്, അത് മഹത്വീകൃത ശരീരമാണ്. അതിന് ഈ ഭൂമിയിലെ ഈ ശരീരവുമായി ഒരു ബന്ധമില്ലെന്നല്ല, ഈ ശരീരം രൂപാന്തരീകരിക്കപ്പെട്ടതാണ്, രൂപാന്തരീകരിക്കപ്പെട്ട ശരീരമാണ്. ബന്ധമില്ല എന്ന് ഉദ്ദേശിച്ചത് ഈ സെല്ല് കൊണ്ടല്ല എന്നാണ് അർത്ഥമാക്കിയത്. അപ്പോൾ രൂപാന്തരീകരിക്കപ്പെട്ട, ട്രാൻസ്ഫിഗറേറ്റ് ചെയ്ത സ്വർഗീയ ശരീരമാണ് അതിൽ വരുന്നത്. ആ സ്വർഗീയ ശരീരത്തിന് ബ്ലഡ് സെൽസ് ഒന്നുമില്ല. അപ്പോൾ ഇനി അത് ആ ശരീരത്തെ സൂചിപ്പിക്കുന്ന, അതായത് രക്തത്തെയും മാംസത്തെയും സൂചിപ്പിക്കുന്ന വിധത്തിൽ പ്രതീകാത്മകമായി ആ ശരീരം സന്നിഹിതമായിരിക്കുന്നു എന്നുള്ളതാണ്.
അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയുടെ ഒരു തരി സ്വീകരിച്ചാലും അതിൽ മിശിഹ എന്ന ദൈവിക വ്യക്തി പൂർണ്ണമാണ്. ഈശോയുടെ ശരീരമല്ല നമ്മൾ സ്വീകരിക്കുന്നത്, ഈശോ എന്ന വ്യക്തിയാണ് സ്വീകരിക്കുന്നത്. മിശിഹ എന്ന വ്യക്തിയാണ് സ്വീകരിക്കുന്നത്. ആ വ്യക്തി ആ തിരുരക്തത്തിന്റെ ഒരു കുഞ്ഞു കണികയിലും പൂർണ്ണമാണ്. അതുകൊണ്ട് ഇതിൽ ഏത് സ്വീകരിച്ചാലും ഈശോ പൂർണ്ണമായിട്ടാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. രണ്ടാമത്, വിശുദ്ധ കുർബാനയെ സൂക്ഷ്മമായി വീക്ഷിച്ചാൽ കാണും, വിഭജിക്കുകയും കലർത്തുകയും ചെയ്യുന്നത് കാണും, അല്ലെ? മിശിഹായുടെ ശരീരം കൊണ്ട് തിരുരക്തം റോസ്മ ചെയ്യപ്പെടുന്നു പറഞ്ഞ്, അതുപോലെ തിരിച്ചും അങ്ങനെ മുറിക്കപ്പെടുകയും യോജിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അതായത് ആത്മശരീരങ്ങൾ വേർപിരിഞ്ഞ് മരണത്തിന് വിധേയമാകുന്നത് പോലെ തന്നെ കൂട്ടിച്ചേർന്ന് ഉത്ഥാനം ചെയ്യുന്ന, അതൊക്കെ സൂചിപ്പിക്കും. അപ്പൊ അങ്ങനെ ഇത് പരസ്പരം കലർത്തപ്പെടുകയും കൂടെ ചെയ്യുന്നതുകൊണ്ട് മാംസത്തിൽ തന്നെ രക്തവും രക്തത്തിൽ തന്നെ മാംസവുമുള്ള പൂർണ്ണ വ്യക്തിയാണ് വിശുദ്ധ കുർബാനയിലുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായ അർത്ഥത്തിൽ അതിലേത് ഭാഗം സ്വീകരിച്ചാലും പൂർണ്ണമാണ്. പിന്നെ അതിൻ്റെ പ്രതീകാത്മക പൂർണ്ണതയ്ക്ക് രണ്ടും കൂടെ കൂടി കൊടുക്കുന്നതാണ് ഉചിതം. കഴിയുന്നിടത്തോളം അങ്ങനെ കൊടുക്കണമെന്ന് തന്നെയാണ് സഭയുടെ നിലപാട്. ഞാനൊക്കെ എപ്പോഴും പരമാവധി അങ്ങനെ തന്നെ ചെയ്യാൻ, സമയമെടുത്താലും അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ. അങ്ങനെ ഇനി ഒരാൾ ചെയ്തില്ല എങ്കിലും അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും അതിലൊരു കുറവും വരുന്നില്ല എന്നുള്ളത് കൊണ്ടും അത് അനുവദനീയമാണ്. നമുക്ക് ഈശോയെ പൂർണ്ണമായി സ്വീകരിച്ചു എന്നുള്ള ബോധ്യത്തിൽ തന്നെ അത് സ്വീകരിക്കുകയും ചെയ്യാം. അച്ഛൻ താങ്ക് യു സോ മച്ച്. അച്ഛൻ്റെ പ്രബോധനം വളരെ ഭംഗിയായിരുന്നു. പക്ഷെ എനിക്കതിനകത്ത് ഒരു സംശയമുള്ളത്, അച്ഛന് എക്യുമെനിസത്തോട് യോജിക്കുന്നുണ്ടോ? ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കരസ്മാറ്റിക് ട്രെൻഡ്, അതിനെ അച്ഛൻ എങ്ങനെയാണ് കാണുന്നത്? ഈ 2 പോയിന്റിനും നമ്മുടെ പ്രസന്റ് കേരള കത്തോലിക്ക സഭയുടെ KCBC അല്ലെങ്കിൽ സഭയുടേതായ ഒരു നിലപാട് എന്താണ് ഓൺ ബേസിസ് ഓഫ് അച്ഛൻ ഇന്നെടുത്ത ക്ലാസ് വെച്ചിട്ട്? ഒന്നാമത്തെ കാര്യം, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ അച്ഛൻ, ഒരു കാര്യം കൂടെ. പിന്നെ നമ്മുടെ ലോക്കൽ പാരിഷ് പ്രീസ്റ്റ് എല്ലാവരും തന്നെ ബൈബിള് അല്ലെങ്കിൽ വായിച്ചിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അവിടുത്തെ ആ ഒരു കോണ്ടെക്സ്റ്റോടെ മിക്സ് ചെയ്തിട്ടാണ്. ആ പർട്ടിക്കുലർ പാരിഷിലെ ഇഷ്യൂസൊക്കെ മിക്സപ്പ് ചെയ്തിട്ട് അവിടുള്ള ആളുകൾക്ക് കൂടുതൽ പ്രബോധനം കൊടുക്കുകയും അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകാനുമായിട്ടാണ് അവർ പലപ്പോഴും പ്രീച്ചിങ് നടത്തുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അച്ഛനത് ഞാൻ ചോദിച്ച 3 ചോദ്യങ്ങൾക്ക് നല്ല ചോദ്യമാണേ. ഒന്നാമത്തത് എക്യുമെനിസം. അതിനോട് ഞാൻ യോജിക്കാതിരിക്കുന്ന ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം തിരുസഭയുടെ ഒരു പ്രവൃത്തിയാണ് എക്യുമെനിസം. എക്യുമെനിസം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കേണ്ടത്? അത് ഈശോ പറയുന്ന കാര്യമാണ്, ഈ തൊഴുത്തിൽപ്പെടാത്ത ആടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. എക്യുമെനിസത്തിന്റെ ഉദ്ദേശം തന്നെ ചുമ്മാ ഒരു സംവാദമല്ല, പകരം ഏക ശരീരമാകുന്ന ക്രിസ്തുവിന്റെ സഭയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള, കാലഘട്ടത്തിൽ പല കാരണങ്ങളാൽ പിരിഞ്ഞു പോയിട്ടുള്ള ആളുകൾ. കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാവുന്ന പാപം എന്നതാണ് കാരണം. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അഹന്ത കൊണ്ടോ അധികാരമോഹം കൊണ്ടോ തിന്മകൾ കൊണ്ടോ ഒക്കെ പല കാലഘട്ടങ്ങളിൽ പിരിഞ്ഞു പോയിട്ടുള്ള സമൂഹങ്ങളെ ക്രിസ്തുവിന്റെ ഗാത്രത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നടത്തേണ്ട ശ്രമമാണ് എക്യുമെനിസം. അതുകൊണ്ട് അത് പരിപോഷിപ്പിക്കപ്പെടേണ്ടതാണ്. അത്തരം ശ്രമങ്ങൾ ശ്ലാഘനീയമാണ്, നടത്തേണ്ടതാണ്. ഇനി എക്യുമെനിസം എന്ന് പറയുമ്പോൾ അതിനകത്ത് അതിൽ തന്നെ അർത്ഥമാക്കുന്നത് അപ്പസ്തോലിക സഭകളുടെ ഐക്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളെന്നേ അർത്ഥമുള്ളൂ. എക്യുമെനിസത്തിന്റെ ലിറ്ററൽ അർത്ഥത്തിനകത്ത് പ്രൊട്ടസ്റ്റന്റുകാരും ഇല്ല, സെക്റ്റുകളും ഇല്ല, ഈ സ്പിരിറ്റിസ് പോലെയുള്ള സെക്ട് എന്ന് പറയുന്നത് അവയുമില്ല, പെന്തക്കോസ്റ്റൽ വിഭാഗങ്ങളുമില്ല. അപ്പസ്തോലിക പാരമ്പര്യമുള്ള സഭകളെ മാത്രമാണ് ഈ എക്യുമെനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ തന്നെ ശരിയായ നടപടിയാണ്, നിലപാടുമാണ്. അതിനെ അങ്ങോട്ട് വല്ലാതെ വലിച്ചഴിച്ച് പല സ്ഥലത്തേക്ക് കൊണ്ടുപോയി അതിനെ വികൃതമാക്കുന്നത് മാത്രമേ കുഴപ്പമാവുള്ളൂ. ഏതർത്ഥത്തിലാണ് ചോദിച്ചാൽ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല, പക്ഷെ ഇതാണത്. ഇനി രണ്ടാമത്തത് കരിസ്മാറ്റിക് ആണ്. കരിസ്മാറ്റിക് നവീകരണം അല്ലെങ്കിൽ അത് സഭയ്ക്ക് ഒത്തിരി നന്മ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ചില ആളുകളെ സംബന്ധിച്ച് ചിലർക്ക് കരിസ്മാറ്റിക് ആണ് ആകെയുള്ള പ്രാർത്ഥനാ രീതിയും വിശ്വാസ രീതിയും. ചിലർക്ക് കരിസ്മാറ്റിക് എന്ന് കേട്ടാൽ തന്നെ ഇങ്ങനെ ഇറിറ്റേഷൻ വരും. ഇത് രണ്ടും ശരിയായ നിലപാടല്ല. സഭയിൽ പലതരത്തിലുള്ള പ്രാർത്ഥനാ രീതികളുണ്ട്. അവയ്ക്ക് ഓരോന്നിനും അതിൻ്റെതായ അർത്ഥവും നന്മയും ഉണ്ട്. ഇവയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ഒരു യഥാർത്ഥ വിശ്വാസ ജീവിതത്തിന്റെ നിലപാട്. പൗലോസ്ലീഹ പറയുന്ന പോലെ എല്ലാവർക്കും എല്ലാം ആകാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യും. എല്ലാവർക്കും എല്ലാം ആവുക എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ വ്യത്യസ്ത പ്രവൃത്തികളാണ്. ഒന്ന് മാത്രമേ ആകാവൂ എന്ന് നമ്മൾ ശഠിക്കേണ്ടതില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ വിവിധ വരങ്ങൾ വിവിധ ആളുകൾക്ക് കൊടുക്കുന്നതാണ്. ഭാഷാവരം അത് വിശ്വാസിക്കുള്ളതാണ്. അതേസമയം അങ്ങനെ അതായത് ഭാഷണവരം ഉണ്ട്, ഭാഷാവരമുണ്ട്. ഭാഷാവരം എന്തിനുള്ള അത് ഒരാളുടെ വ്യക്തിപരമായ പ്രാർത്ഥന. അങ്ങനെ ഓരോ വിധത്തിലും വരങ്ങളിലൂടെ കർത്താവ് പരിശുദ്ധാത്മാവ് വിശ്വാസിയെ നയിക്കും. അത് പ്രാർത്ഥനാ വരങ്ങളാവട്ടെ, ശുശ്രൂഷ വരങ്ങളാവട്ടെ, ഈ വരങ്ങൾ ഉപയോഗിച്ച് ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനാണ് കരിസ്മാറ്റിക് മൂവ്മെന്റ് എന്ന് ശരിക്കും പറയുന്നത്. നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഇങ്ങനെ കൈകൊട്ടി പാടി പ്രാർത്ഥിക്കുന്നതിന് മാത്രമായിരിക്കാം മനസ്സിലാക്കേണ്ട. കരിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കരിസ്മാറ്റിക് ഫെയ്ത്ത് ഹോൾഡ് ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതാണ്. കാരിസംസ്, സിദ്ധികൾ. ഞാൻ മുൻ ക്ലാസ്സുകളിലൊക്കെ അതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഒരു വിചാരം. ആദ്യ ക്ലാസ്സുകളിലൊക്കെ പരിശുദ്ധാത്മ വരദാന ഫലങ്ങൾ, അവയെ ഉപയോഗിച്ചുകൊണ്ട് അവയെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ നടത്തുന്ന ഒരു ശ്രമമാണ് കരിസ്മാറ്റിക് മൊമെന്റ്. അത് ഒത്തിരി ആളുകളെ നയിക്കുന്നുണ്ട്. അതെപ്പോഴും നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതാണ്. അതിനെ കലാകാലങ്ങളിൽ അതിനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. ഡോക്ടറിൻസിന്റെ അടിത്തറയിൽ നിലനിർത്തേണ്ടതാണ്. വൈകാര്യമായിട്ട് മാത്രം അവസാനിപ്പിക്കപ്പെടരുതാത്തതാണ്. പ്രബോധന കേന്ദ്രീകൃതമായിരിക്കേണ്ടതാണ്. അങ്ങനെ തുടങ്ങുന്ന ചില ശുദ്ധീകരണങ്ങളും ക്ലാരിറ്റീസും ഒക്കെ കൊടുത്തുകൊണ്ട് അതിനെപ്പോഴും എല്ലാ കാര്യത്തിനും അങ്ങനെയാണ് നമ്മളത് അതിനെ അനുധാവനം ചെയ്തുകൊണ്ടിരിക്കണം, വളർത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ അത് ഏറ്റവും ഉദാത്തമായ, ഒത്തിരി ആളുകളെ പ്രചോദിപ്പിക്കുന്ന, ചേർത്ത് നിർത്തുന്ന നല്ലൊരു പ്രാർത്ഥനാ രീതിയോ സംവിധാനമോ പരിശുദ്ധാത്മാവ് കാലഘട്ടങ്ങളിലൂടെ നടത്തുന്ന പ്രവർത്തനമോ ആണ് കരിസ്മാറ്റിക് സംവിധാനങ്ങൾ എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ചില ആളുകൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല. വളരെ ഇത് കരിസ്മാറ്റിക് പ്രസ്ഥാനം എപ്പോഴും ഇന്റലക്ച്വൽസിന് ഉള്ളതല്ല എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. കരിസ്മാറ്റിക് പ്രസ്ഥാനത്തെ എത്ര ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരാൾക്കും അതിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാനൊക്കെ പറ്റും. പക്ഷെ അതേസമയം തന്നെ അത് തീർത്തും വൈകാരികമായി അവസാനിപ്പിക്കാതിരിക്കാനുള്ള ശ്രദ്ധയും അതിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒത്തിരി പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് അതിന്റെ കാര്യം. പലപ്പോഴും അത് കരിസ്മാറ്റിക് പ്രാർത്ഥനാ സമ്മേളനങ്ങളോ ധ്യാനങ്ങളോ ഒക്കെ വരുന്ന ചില പ്രത്യേക കുഞ്ഞു കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ആളുകളെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പൊ അതിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാത്തതായിരിക്കും ചിലപ്പോൾ തെറ്റിദ്ധരിക്കുന്നതാവാം, ചിലപ്പോൾ അതിനകത്ത് തന്നെ കുഴപ്പമുള്ളതുമാകാം. മാത്രമേ അതിനെക്കുറിച്ച് പറയുള്ളൂ. പിന്നെ അടുത്തത് വികാരിച്ചന്മാരൊക്കെ നടത്തുന്ന വ്യാഖ്യാനങ്ങൾ. ഞാൻ ബൈബിൾ വ്യാഖ്യാനത്തെക്കുറിച്ച് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞില്ല, അടുത്ത ദിവസം വീണ്ടും പറയേണ്ടത് വരും. ഈ വിശുദ്ധഗ്രന്ഥ വ്യാഖ്യാനത്തിന് പല തലങ്ങളുണ്ട്, പല ലെവൽസ് ഉണ്ട്. ആദ്യത്തേത് സഭാത്മക വ്യാഖ്യാനമാണ്. ഞാൻ അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറയും. അങ്ങനെ അതിന് താഴെയുള്ള വ്യാഖ്യാനതകൾ. അതിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗം എന്താണ്? അതിനെ റിയൽ കോണ്ടെക്സ്റ്റുമായി കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ഘടകം. അതായത് ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യപ്പെടണം എന്നും കൂടെ പറഞ്ഞാലേ അത് പൂർത്തിയാവുള്ളൂ. അപ്പൊ ചിലപ്പോൾ ഇതിന്റെ അനുപാതത്തിനൊക്കെ വ്യത്യാസം വരും. ഞാൻ അടുത്ത ക്ലാസ് ഇതിനെക്കുറിച്ച് പറയാം, ഇതിന്റെ അനുപാതം പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുന്നതിനെ കുറിച്ച്. ചിലപ്പോൾ ഉണ്ടല്ലോ ഇതിന്റെ അവസാന ഭാഗം മുഴച്ചു വലുതായിട്ട് നിൽക്കും. ചിലപ്പം ആദ്യത്തെ ഭാഗം, അതായത് ഇതിന്റെ ഡോക്ട്രൈനൽ എക്സ്പ്ലനേഷൻ മാത്രമായിട്ടങ്ങ് നിൽക്കും. അപ്പൊ ആളുകൾ അവസാനം ഇതൊക്കെ ഇപ്പൊ എന്തിനാ ഇപ്പൊ പറഞ്ഞതാവോ എന്ന് ചിന്തിച്ചിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇതിനെയൊക്കെ വളരെ വിദഗ്ധമായി അത് അർഹിക്കുന്ന പ്രൊപ്പോർഷൻ ഉപയോഗിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് ഒരു സുവിശേഷ പ്രഘോഷകനായിരിക്കുന്ന കാർമികൻ ശ്രദ്ധിക്കേണ്ടത്. സ്തുതിയായിരിക്കട്ടെ അച്ഛ. സോറി, ഞാൻ ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ പല പ്രാവശ്യം എന്നെ ചില നിമിഷങ്ങളിൽ എന്നെ ബഗ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം മനുഷ്യരാണെങ്കിൽ തന്നെ നമ്മൾ വീക്കായിട്ടുള്ള മനുഷ്യരാ. അപ്പോഴേക്കും ചിലര് ഭയങ്കര ടാക്ട്ഫുൾ ആയിരിക്കും, ചിലര് ഭയങ്കരമായിട്ട് ഇന്നസെന്റ് ആയിരിക്കും. അപ്പം ഞാൻ മനസ്സിലാക്കിയ അവർ ടാക്ട്ഫുൾ ആയിട്ടുള്ള മനുഷ്യര്, ഇന്നസെന്റ് ആയിട്ടുള്ള മനുഷ്യരെ നമ്മൾക്ക് ജീവിതത്തില് പല കാര്യങ്ങളില് നമ്മൾ യൂസ് ചെയ്യും, പരസ്പരം നമ്മൾ യൂസ് ചെയ്യുന്നു. ജീവിതത്തിലെ ഒരു കാര്യങ്ങളും പേഴ്സണൽ ഗ്രോത്തിനായിട്ടും അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ടും മുന്നേറി പോകുന്നു. അപ്പം ഈ അതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യപ്പെടുമ്പോഴേക്കും ആ വ്യക്തി ഇപ്പം അധികം വോയിസ് ചെയ്യാൻ പറ്റാത്ത വ്യക്തി സഫർ ചെയ്യുന്നുണ്ടായിരിക്കും. അത് മറ്റേ ആളെ സ്പിരിച്വലി നെഗറ്റീവായിട്ട് ബാധിക്കുമോ? അത് അവർക്ക് അതായത് ഈ ആളുകൾ പലതരത്തിലുണ്ട്. ഏതായിരുന്നാലും ഒരാളുടെ ഇന്നസെന്റ് സഫറിങ് മറ്റേ ആളെ അഫക്റ്റ് ചെയ്യുമോ എന്നൊക്കെയാണ്. സ്വാഭാവികമായും ഒരാളെ ചൂഷണം ചെയ്യുന്ന ഒരാൾ, ചൂഷിതനായിരിക്കുന്ന ആളെ, അയാൾ പാവമായതുകൊണ്ട് അയാളെ എന്നും ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അത് സ്വാഭാവികമായും ഈ ചൂഷണം ചെയ്യുന്നയാളെ അഫക്റ്റ് ചെയ്യും. എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നത്? ഈ ആളെന്ന് പറയുന്നത് ചുമ്മാ ഒരു മനുഷ്യനല്ല, ആ ആളുടെ ഉള്ളിലൊരു മനസാക്ഷിയുണ്ട്, ആത്മാവുണ്ട്. ആ ആത്മാവ്, ആ മനസാക്ഷി ഇയാൾക്കെതിരെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. നീ ചെയ്യുന്നത് തെറ്റാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഇയാൾ സ്റ്റാർട്ട് ചെയ്യും. ഇയാൾ അതിനെ മറച്ചു വയ്ക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും.
വീണ്ടും അത് ഭയങ്കര ശക്തമായിക്കൊണ്ടിരിക്കും. അയാളുടെ ഉള്ളിൽ തന്നെ ഒരു ഡ്യുവാലിറ്റി, ഒരുപക്ഷെ അയാൾ അതിനോട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അത് അയാളുടെ ആത്മീയ ജീവിതത്തെയൊക്കെ തകർക്കുകയൊക്കെ ചെയ്യും. ദൈവത്തോടുള്ള ബന്ധത്തെ നഷ്ടപ്പെടും. അങ്ങനെ 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 അയാൾ സ്വാഭാവികമായി മറ്റേതൊരു തിന്മയിൽ സംഭവിക്കുന്നത് പോലത്തെ കെടുതികളും പോരായ്മകളും കുറവുകളും ഒക്കെ അയാളിൽ വരും. ഇനി ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഈ സംശയം ശരിയായിട്ട് അച്ഛൻ പല മെത്തേഡുകളും ക്രിട്ടിക്കൽ മെത്തേഡുകളും പറഞ്ഞു. പക്ഷെ ഇത് പലപ്പോഴും നമുക്ക് ദോഷമായിട്ടല്ല സംഭവിക്കുന്നത്. കാരണം ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ബുൾട്ട്മാൻ്റെ ഡീമിത്തോളജൈസേഷൻ എടുക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ പല അത്ഭുതങ്ങളെയും നമ്മൾ വെറും സില്ലിയായിട്ട് എടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക്കൽ മെത്തേഡ് എടുക്കുകയാണെങ്കിൽ ഇപ്പം കൊടുങ്കാറ്റിനെ ശമിപ്പിക്കുന്നത് അതിപ്പോൾ ആദിമസഭയുടെ ആ പീഡനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു വ്യാഖ്യാനങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്നേരം അത് നമുക്കൊരു ഗുണത്തെക്കാളും, ഒരു വിശ്വാസിക്ക് ഒരു ഗുണത്തെക്കാളും ഒരു ദോഷമായിട്ടല്ലേ അത് ബാധിക്കുന്നത്? ഞാനതെ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഉപയോഗമില്ലെങ്കിൽ ഇതൊക്കെ ദോഷമായിട്ട് ബാധിക്കും. കാരണം ഇതൊക്കെ വിശ്വാസരഹിതമായ ഇന്റലക്ച്വൽ എക്സസൈസസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ഒത്തിരി ടൂൾസ് ഉണ്ട്. ഈ ടൂൾസ് ഒക്കെ നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞാൽ അന്നത്തെ ചരിത്ര പശ്ചാത്തലം അറിയാനും കർത്താവിന്റെ അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ വാചകങ്ങളുടെ അർത്ഥസമഗ്രതയിലേക്ക് പോകാനും ടെക്സ്റ്റിന്റെ അല്ലെങ്കിൽ വേർഡ്സിന്റെ അർത്ഥങ്ങളിലേക്ക് പോകാനും ചരിത്രത്തിന്റെ കോണ്ടെക്സ്റ്റ് അറിയാനും ഒക്കെ നമ്മളെ സഹായിക്കും. പക്ഷെ അവിടെ നിൽക്കാൻ പാടില്ല. അതൊരു അടിസ്ഥാനം മാത്രമാണ്. അത് വളരെ അതൊരു ഫുട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തറ മാത്രമാണ്. അതിന്റെ മുകളിലേക്ക് ഉള്ള വ്യാഖ്യാനത്തിന്റെ മേഖലകൾ വേണം. അതാണ് ഫെയ്ത്ത് ഓഫ് ദ ചർച്ച് എന്ന് പറയുന്നത്. അതായത് ഈശോ അന്ന് ജീവിച്ചത് എങ്ങനെയെന്നും ഈശോ ജീവിച്ചവ പ്രവർത്തിച്ചത് എങ്ങനെയെന്നും അറിയാൻ ഈ പറഞ്ഞതൊക്കെ മതി. പക്ഷെ ആ പ്രവർത്തിച്ച ഈശോ ദൈവമായിരുന്നു എന്നറിയാൻ അതുപോലെ. ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക്കൽ മെത്തേഡിന് ഒരിക്കലും ഈശോ ദൈവമാണെന്ന് പഠിപ്പിക്കാൻ പറ്റില്ല, ദൈവമാണെന്ന് കാര്യം പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതിന് ഫെയ്ത്ത് ഓഫ് ദ ചർച്ച് വേണം. അതുകൊണ്ട് ഇതിന്റെ ഒരു അടിസ്ഥാന മേഖലയായിട്ട് മാത്രമാണ് ഈ പറഞ്ഞ സ്ഥാനത്തെ ബുൾട്ട്മാന്റെ ഒക്കെ ഒത്തിരി എന്താ പറയാ അതൊക്കെ കുറച്ചുകൂടെ അങ്ങനത്തെ ഒരു വേൾഡിൽ സംസാരിക്കേണ്ടതാണ്. ചില അല്പം പ്രൊട്ടസ്റ്റന്റ് ചായ്വുകളോട് സംസാരിക്കുന്ന മേഖലകളുണ്ട്. വളരെ ടു വേൾഡിലി ആയിട്ടുള്ള വ്യാഖ്യാന മേഖലകളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഒരു കാര്യം ഓർത്താൽ മതി, ഫെയ്ത്ത് ഓഫ് ദ ചർച്ച്. ബാക്കിയൊക്കെ ഈ ഇന്റലക്ച്വൽസിന് അവരുടെ സ്ക്രിപ്ചർ ഇന്റലക്ച്വൽ എക്സസൈസ് നടത്താനുള്ള സാധനങ്ങളായിട്ട് അങ്ങ് വിട്ടുകൊടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന എന്താണ് അതിന്റെ ശരിയായ പ്രോപ്പർ ആയിട്ടുള്ള ഏറ്റവും ഫലപ്രദമായ സഭയുടെ വിശ്വാസമാണ്. അതിനകത്ത് ഈ പറഞ്ഞതൊക്കെ ഉണ്ട് താൻ. അതുകൊണ്ട് എപ്പോഴും അതിനെ ഹൈലൈറ്റ് ചെയ്യണമെന്നാണ് ഞാനും പറയുള്ളൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. കർത്താവായ ഈശോയെ, കഴിഞ്ഞ സമയങ്ങളിൽ മുഴുവനും അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചു. അങ്ങ് തന്നെയാകുന്ന അവതരിക്കപ്പെട്ട വചനമാകുന്ന അങ്ങയെ എങ്ങനെയാണ് ഗ്രഹിക്കേണ്ടതെന്നും ചരിത്രത്തിൽ അവിടുന്ന് മനുഷ്യന്റെ ഭാഷയിൽ എഴുതിയ വിശുദ്ധ ഗ്രന്ഥത്തെ ഉൾക്കൊള്ളേണ്ടത്, ഗ്രഹിക്കേണ്ടത് എങ്ങനെയെന്നും അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, ആഴമേറിയ പഠനവും തിരുസഭയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കലും വചനം മനസ്സിലാക്കാൻ ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പരിശുദ്ധ സഭയോടും തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവിനോടുമുള്ള കൂട്ടായ്മയിലാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടതും വചനത്തെ മനസ്സിലാക്കേണ്ടതും. പരിശുദ്ധ സഭയോട് ചേർന്ന് വചനം ഗ്രഹിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. വചനത്തെ അത് രേഖപ്പെടുത്തിയ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന്, തിരുസഭയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് മനസ്സിലാക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഈ കൂട്ടായ്മയിലുള്ള ഓരോരുത്തരെയും അവിടുന്ന് ആശീർവദിക്കണമേ. വചനം വായിക്കാനും വ്യാഖ്യാനങ്ങൾ സ്വീകരിക്കാനും ഒക്കെയുള്ള നല്ല പ്രചോദനം അവിടുന്ന് നൽകി അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോ നമ്മെ ഓരോരുത്തരെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആധ്യാത്മിക നന്മകളാൽ നിറയ്ക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.